ഹായ് ഫിദ. ഒരുപാട് തടിയൻ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഞാൻ കുറച്ച് വേർഡുകൾ പറയാം. റിലേഷൻഷിപ്പ്, സുക്കൂൻ എന്നുള്ള ടേമിൽ നമുക്ക് പറയാൻ പറ്റും. ലവ് എന്ന് പറയുമ്പോൾ ലവ് എന്ന് പറയുമ്പോൾ ഉമ്മാനെ സംബന്ധിച്ച് ഞാൻ ആ യാത്ര ഉമ്മാനെ കൊണ്ട് പോയപ്പം ഉമ്മാക്ക് ഭയങ്കര വലിയൊരു ആശ്വാസമാണ്. വാറിനെതിരെ ഹ്യൂമാനിറ്റിക്കെതിരെ എന്നുള്ളൊരു എലമെൻ്റ് ഉള്ള ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്തു. യു ലിറ്റിൽ പാകിസ്ഥാനി, ഗോ അവേ ഫ്രം ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പോസ്റ്റിന് ഇപ്പോഴും കമൻ്റ് ഇട്ട് എനിക്ക് ഓർമ്മ ഉണ്ടായി. ഹായ് ഫിദ. ഹായ്. ഫിദ എപ്പോഴും വാക്കുകളെ വെച്ചിട്ട് ആളുകളെ കണക്ട് ചെയ്യാറുണ്ട്. ഇപ്പം സുക്കൂനൊക്കെ അല്ലെങ്കിൽ അതുപോലത്തെ ഒരുപാട് വാക്കുകൾ വെച്ചിട്ട് ഇപ്പം ഞാനിപ്പോൾ ഫിദനെ ഒരാളെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ സുക്കൂന് പറയുന്നൊരു പെൺകുട്ടിയല്ലേ എന്നൊക്കെയാണ് ആളുകൾ പറഞ്ഞത്. ഫിദൻ്റെ അക്കൗണ്ട് നെയിമും അതേപോലെയാണ്, അലി ഗറസ്. എന്താണ് അലി ഗറസ്? അലി ഗറസ് വന്നിട്ടുള്ള വഴി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അലി ഗറസ് ഇസ് ആക്ച്വലി ലാറ്റിൻ ടേം. അപ്പോൾ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ കാലത്ത് പല യൂസർ നെയിംസും നമ്മൾ ഓൾറെഡി ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ടേക്കൺ എന്നുള്ള രീതിയിലേക്കുള്ള സംഭവങ്ങൾ വരും. അപ്പോൾ ഇങ്ങനെ ബുക്സ് വായിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ചില വേർഡ്സിൻ്റെ മീനിങ്സും അതിൻ്റെ ഡെറിവേഷൻസും ഒക്കെ വായിക്കാനും ഫൈൻഡ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വായിച്ചതിൽ പെട്ടെന്ന് എനിക്ക് ഭയങ്കര ക്ലിക്കായ ഒരു വേർഡാണ് അലി ഗറോസ്. അപ്പോൾ അതിൻ്റെ മീനിങ് വിങ്ഡ്, ചിറകുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ എന്ത് സബ്സ്റ്റൻസും അതിനൊരു ചിറക് അല്ലെങ്കിൽ പറക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ട്. അങ്ങനെ ആ പേരിട്ടെന്നുള്ളതാണ്. കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അത്രയും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ പെട്ടെന്ന് ഒരു ക്യാമറ എടുക്കുന്നു, അവർക്ക് പറയാനുള്ളത് പറയുന്നു. ഫിദക്കും അതേപോലെ ഒരു ജേണി ഉണ്ടാവും. നോർമലി ആളുകളെ പറഞ്ഞ് നന്നാക്കി എടുക്കണം, അല്ലെങ്കിൽ ആളുകൾക്ക് സ്റ്റോറി പറഞ്ഞു കൊടുക്കണം, അങ്ങനെയുള്ള ഒരു തോട്ടിന്റെ മുകളിലാണോ ഫിദ ഇങ്ങനെ ഒരു പേജ് തുടങ്ങുന്നത്? ഫസ്റ്റ് ഇത് എൻ്റെ പേജ് കാണുമ്പോൾ പകുതി ആൾക്കാരും ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ സാധനം അങ്ങനെയൊക്കെ കാണുന്നത് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇറ്റ്സ് ലൈക്ക് എൻ്റെ ഫീഡ് ഞാൻ ഒരിക്കലും എന്നെ ഒരു മോട്ടിവേറ്റർ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ ഞാൻ അനുഭവിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടുന്ന ഒരു ഇൻസൈറ്റ് ആയിരിക്കും. അതിലെന്തെങ്കിലും ഒരു വാല്യുബിൾ സംഭവം ഉണ്ടെങ്കിൽ അത് ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളൊരു ഐഡിയയിലാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ഫസ്റ്റ് കോണ്ടന്റ് ഇട്ടപ്പോഴും ഇറ്റ് വാസ് ലൈക്ക് ഓക്കെ, എന്തെങ്കിലും ഒരു ഇൻസൈറ്റ് കിട്ടിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ പഠിച്ചൊരു കാര്യം അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞൊരു കാര്യം ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളൊരു. അപ്പോൾ അതിൽ 90% ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്ത് കോപ്പറേറ്റ് ചെയ്ത് നിന്ന് ഇപ്പോൾ അതിങ്ങനെ ഒരു 200K പ്ലസ് എത്തി നിൽക്കുന്നു. ഭയങ്കര സന്തോഷം. പുസ്തകം വായിക്കുന്ന സമയത്ത് അതിനകത്തെ കോട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് ഷെയർ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഒരു തോട്ട് എങ്ങനെയായിരിക്കും വരാം? ഇപ്പോൾ ഈ വാക്ക് ഞാൻ മാത്രം വായിച്ചാൽ പോരാ, എനിക്ക് എൻ്റെ ഓഡിയൻസും കൂടി ഇത് അറിയേണ്ടതുണ്ട്, അങ്ങനെ ഒരു തോട്ട് വരാൻ അത് ആദ്യമേ അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെയാണ് പേജ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്? ഇപ്പോൾ പൊതുവേ ഞാൻ കേൾക്കുന്ന ഒരു സാധനം, വായന മരിക്കുന്നുണ്ട്. ജെൻസി കാലഘട്ടത്തിൽ ടെക്നോളജി ബൂമായിരിക്കുന്ന കാലഘട്ടത്തിൽ പുസ്തകങ്ങൾ വായിക്കണില്ല, വായന കുറവാണെന്നുള്ളതൊക്കെ. അതൊക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു ഒരു അബ്സല്യൂട്ട് ആയിട്ടുള്ളൊരു റിഡിക്കുലസ് ആയിട്ടുള്ളൊരു മീനിങ് കൊടുക്കുന്നത്. കാരണം ഇപ്പോഴും പുസ്തകങ്ങളെ അറിയാനോ അല്ലെങ്കിൽ വായനകൾ കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ജെൻസി കാലഘട്ടം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ റീഡിങ് ക്ലബ്സ് ആയിക്കോട്ടെ, കമ്മ്യൂണിറ്റീസ് ആയിക്കോട്ടെ, അങ്ങനെ പലതരം ജെൻസി കുട്ടികൾ തന്നെ അവർക്കായിട്ടൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് അല്ലെങ്കിൽ വായന കുറച്ചും കൂടെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ആ ഒരു സംഭവം കാണാനിടയിൽ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഏരിയാസ് ട്രാവലിങ്ങും റീഡിങ്ങാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഞാനൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് മീഡിയ വണ്ണിൻ്റെ, ലൈക്ക് ഒരുപാട് തടിയൻ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അതിൽ നിന്ന് എന്ത് കിട്ടുന്നോ അല്ലെങ്കിൽ ആ ഇൻസൈറ്റ് അതേപോലെ പുസ്തകത്തിൽ മാത്രം കൺഫൈൻഡ് ആക്കി വെക്കാതെ ലൈഫിലേക്ക് എടുത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതാണ് ഈ പറഞ്ഞ മെയിൻലി നോളജിൻ്റെയും വായനേൻ്റെ ഒക്കെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അങ്ങനെ കണക്റ്റായ ചില വേർഡ്സ് എന്തെങ്കിലും ഉണ്ടാവും, അപ്പോൾ കോഡ്സ് എന്തെങ്കിലും ഉണ്ടാവും. അത് ഇപ്പോൾ എല്ലാം ഒന്നും കുറച്ചധികം സാഹിത്യം ആയിരിക്കും, പക്ഷെ അതല്ലാതെ നാച്ചുറലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന പല സാധനങ്ങളും എടുത്ത് അത് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുമ്പം അവരിൽ കുറേ ആൾക്കാർക്ക് അത് റിലേറ്റബിൾ ആയിട്ടാണ് എന്ന് പറയുന്നു. അങ്ങനെ അപ്പോൾ ആ ഒരു വായനയും ഹ്യൂമൻ ലൈഫ് എക്സ്പീരിയൻസും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു സാധനം കിട്ടും. പുതിയ തലമുറ നന്നായിട്ട് വായിക്കുന്നുണ്ട്. അത് പിന്നെ ഒരു
90-ലുള്ളത് അല്ലെങ്കിൽ 80-ലുള്ള ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നാണോ പറയുന്നത്? ഇല്ല, അങ്ങനെയല്ല. അവർക്ക് വി ക്യാൻ ബ്ലെയിം ദം. ലൈക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും അവരിലേക്ക് എത്തുന്നുള്ളൂ. അതൊരു പൊതുവെ ടിപ്പിക്കൽ ധാരണകളാണ്. ജെൻസി കുട്ടികൾ വായനകളിലേക്ക് വരണില്ല, അല്ലെങ്കിൽ ഫോണിൽ അടിമപ്പെട്ടിരിക്കുക. അതൊരു ജനറൽ ആയിട്ട് ഒരു ടിപ്പിക്കലി 90s നിൽക്കുന്ന ആൾക്കാർക്ക് തോന്നുന്ന സംഭവങ്ങളായിരിക്കും. പക്ഷെ അതൊന്നും ബ്ലെയിം ചെയ്യാതെ തന്നെ നമുക്ക് പുതിയ, അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വായന മരിച്ചിട്ടില്ല, അതിനെ എന്താ പറയാ, ദിവസങ്ങൾ കഴിയുന്നവരും അതിനെ ചേർത്ത് നിന്നിട്ട് കൊണ്ടുപോകും. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, റാം കെയർ ഓഫ് ആൻഡി. വായിച്ചിട്ടുണ്ട്. അതിന് പിന്നെ അതിന്റെ റൈറ്ററിന് അവാർഡ് കിട്ടിയ സമയത്ത് ഭയങ്കര വിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചിരുന്ന സിനിമാറ്റിക് ആയതുകൊണ്ട് അല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ആ ഒരു ചവറ് പോലത്തെ എഴുത്താണ്, അല്ലെങ്കിൽ പിന്നെ ആ എഴുത്തിനെ എങ്ങനെയാണ് നിങ്ങൾ ഒരു സാഹിത്യമായിട്ട് കാണുന്നത്? ഒരു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു പുസ്തകത്തിന് നൽകുക എന്നുള്ള രൂപത്തിൽ ഒരു പിന്നെ പഴയ എഴുത്തുകാർ ഒരുപാട് ആളുകൾ അതിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തിട്ടും ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിന് എങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഫിദർ ജെൻസി പെട്ട ഒരാളാ തോന്നുന്നു. അപ്പം അത്തരത്തിലുള്ള ആള് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വായനക്കാരി എന്ന നിലയിൽ പിന്നെ ഈ അവാർഡൊക്കെ കിട്ടേണ്ടത് പഴയ എഴുത്തുകൾക്ക് അല്ലെങ്കിൽ ഭയങ്കര സാഹിത്യപരമായിട്ടുള്ളതാണോ ഇത്തരം എഴുത്തുകൾക്കാണോ? അങ്ങനെ ചോദിച്ചാൽ കുറച്ചധികം പാർഷ്യലി ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. അതായത് ഇപ്പോൾ ക്ലാസിക്കൽ ടെക്സ്റ്റുകൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭയങ്കര വലിയ പണ്ടത്തെ നോൺ ഫിക്ഷൻസ് ഒക്കെ വായിക്കുമ്പോൾ കുറച്ചധികം വിജ്ഞാനം ഭയങ്കരമായിട്ടുണ്ട് എന്നുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെയൊന്നുമില്ല. ലൈക്ക് ഇപ്പോൾ ഒരുപാട് ന്യൂജൻ എഴുത്തുകാർ വരുന്ന സമയങ്ങളാണ്. അപ്പം അതിൽ എഴുതുന്നതൊക്കെയും പൊളിറ്റിക്കലി നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റോ അല്ലെങ്കിൽ ഒരു ഇൻസൈറ്റോ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ ശരിക്കും അതൊരു ഭയങ്കര വാല്യുബിൾ റീഡാണെന്ന് തോന്നുന്നു. അപ്പോൾ റാം സിയാനന്ദി വായിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചധികം സിനിമാറ്റിക് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത്. ഭയങ്കര സിമ്പിളാണ് ലാംഗ്വേജൊക്കെ. അപ്പോൾ പലർക്കും അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു സാധനത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഈ പറഞ്ഞ പോലെ തന്നെ എഴുതുന്ന എന്തിലും, അല്ലെങ്കിൽ വായിക്കാൻ കൊടുക്കുന്ന ഒരു കോൺട്രിബ്യൂഷനിൽ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നുണ്ടല്ലോ. അത് ഈ പറഞ്ഞ പോലെ തന്നെ സിനിമകളിലായിക്കോട്ടെ, എഴുതുന്ന സാഹിത്യത്തിലായിക്കോട്ടെ, എഴുത്തിൽ നമ്മൾ മുഖേന അല്ലെങ്കിൽ നമ്മൾ കാരണം ഒരാൾക്കൊരു നോളജ് അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ഭയങ്കര വലിയൊരു ചേഞ്ച് വരുത്താന്നുള്ളതാണ് ബേസ് എന്ന് പറയുന്നത്. അതിന്റെ ലാംഗ്വേജ് എല്ലാ കാലത്തും നിങ്ങൾ പഴയ ഒരു കാലത്തെ ലാംഗ്വേജ് ആവണമെന്ന് ഒരിക്കലും ഷാഠ്യം പിടിക്കുന്നത് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല എന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ ട്രാവൽ വ്ളോഗ്സ് അല്ലെങ്കിൽ ട്രാവൽ റൈറ്റേഴ്സ് ഒക്കെ ഒരുപാട് വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ്. ഇത് ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. എന്നാലും പിന്നെ പിന്നെ യാത്രകൾ ചെയ്യുമ്പോൾ നമ്മൾ ചില ആളുകൾ അതിനെ ഭയങ്കര രസകരമായിട്ട് സ്വന്തം കണ്ണുകൊണ്ട് പിന്നെ അതിനെ അനുഭവിക്കുന്ന ആളുകളുണ്ട്. പിന്നെ ക്യാമറയിലൂടെ അത് മറ്റുള്ളവരും കൂടി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. നോർമലി ഫിദക്ക് ഒരുപാട് ഈ ട്രാവൽ എഴുതുന്ന ആളുകൾ പിന്നെ എഴുതുന്ന ആളുകൾ അറിയലുണ്ടാവും. ഇവർ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു സ്റ്റൈൽ? ഇവർ പിന്നെ ദിവസം രാത്രി ഞാൻ ഇന്ന് കണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്, അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിവുണ്ടോ? ട്രാവൽ വ്ളോഗ്സ്, അതായത് ഇപ്പോൾ ലൈഫിൽ നടന്ന ഒരു ദിവസത്തിൽ നടന്നൊരു പേഴ്സണൽ ലൈഫ്, എൻ്റെ ഒരു പെർസെപ്ഷനാണ് പറയുന്നത്. പേഴ്സണൽ ലൈഫ് അതേപോലെ കാണിക്കുന്ന ഒരു ട്രാവൽ വ്ളോഗ്സ് ഞാൻ അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. ഇപ്പോൾ പോകുന്ന യാത്രകളിൽ എന്തെങ്കിലും ഒരു കൾച്ചറിനെ കുറിച്ചും അവിടുത്തെ മനുഷ്യന്മാരെ കുറിച്ചും അവിടുത്തെ സംസ്കാരങ്ങൾ, ഈ പറഞ്ഞ സംസ്കാരത്തിനെ കുറിച്ചും എല്ലാം പാടെ ആ ഒരു ഹിസ്റ്റോറിസിറ്റി അത് ശരിക്കും ഒന്ന് മനസ്സറിഞ്ഞ് ട്രാവൽ ചെയ്യണ്ടല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യണ ഒരു സാധനം, ഒരു സ്ഥലത്തേക്ക് പോകുന്നതിന് മുന്നേ ആ സ്ഥലത്തിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് കീപ്പ് ചെയ്ത് നമ്മൾ യാത്രക്ക് പോകുമ്പോൾ ഭയങ്കരമായിട്ടൊരു എക്സ്പീരിയൻസ്. അവിടെ നമ്മൾ കാണുന്ന സാധനങ്ങളും നമ്മൾ മുന്നേ അറിഞ്ഞ സാധനങ്ങളും വെച്ച് നോക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു യാത്ര എക്സ്പീരിയൻസ്. അല്ലെങ്കിൽ വെറുതെ എനിക്കൊന്ന് ടൂറിസ്റ്റ് ആൻഡ് ട്രാവലർ ഇത് രണ്ട് ഡിഫറൻസ് ആണ്. ടൂറിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിപ്പിക്കലി നമ്മളൊരു ഐറ്റിനറി ഒക്കെ പക്ക സെപ്പറേറ്റ് സ്പെസിഫിക് ആയിട്ട് വെച്ചിട്ട് അതനുസരിച്ച് ട്രാവൽ ചെയ്യുന്നവരുണ്ട്. ഇപ്പം ട്രാവലറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ സ്ഥലത്തിനെ പറ്റി അറിഞ്ഞ് അതിൻ്റെ കൾച്ചർ അറിഞ്ഞ് മനുഷ്യന്മാരെ അറിഞ്ഞ് അങ്ങനെ മൊത്തമായിട്ടൊരു ഇമ്മേഴ്സ്ഡ് ജേണിയിൽ കൂടെ പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ യാത്ര ഫുൾഫിൽഡ് ആവുന്നത്. അപ്പോൾ ഐ ഓൾവേസ് പ്രിഫർ ഇങ്ങനെ ഒരു കൾച്ചർ അറിഞ്ഞില്ലെങ്കിൽ മൊത്തമായിട്ട് ആ ഒരു ജേണീനെ ഉള്ളിലേക്ക് എടുത്തിട്ടുള്ള യാത്രകൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംസ്കാരം കൊണ്ടുവന്നാൽ സോഷ്യൽ മീഡിയയിലേക്കും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും തോന്നും.
ഫിദന്റെ വൊക്കാബുലറി വളരെ രസമാണ്, കേട്ടിരിക്കാൻ ഭയങ്കര രസമാണെന്നാണ് ഫിദന്റെ കേൾവിക്കാര് കൃത്യമായിട്ടും പറയാറുണ്ട്. നല്ല രസമാണ് കേട്ടുകൊണ്ടിരിക്കാനെന്നാണ്. അത് വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ വൊക്കാബുലറി വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാറുണ്ടോ? ശശി തരൂറിന്റെ സ്പീച്ച് ഉണ്ട്, അതില് മൂപ്പരോട് ചോദിച്ച് നിങ്ങളെ ഇമ്മൻസ് വെക്കാബുലറിന്റെ എന്താണ് ഒരു അൾട്ടിമേറ്റ് മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ, അപ്പോൾ ഇവർ പറഞ്ഞ ഭയങ്കര സിമ്പിൾ വേർഡാ റീഡ് എന്നുള്ളത്. ഈ പറഞ്ഞ വായനയിലൂടെ നമുക്ക് മൊത്തമൊന്നും എല്ലാം ഒന്നും ചിലപ്പോൾ വായനയിലൂടെ കിട്ടണമെന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ടെക്നോളജി ബൂമായിട്ട് നിൽക്കുന്ന സമയത്തും നിങ്ങൾക്കൊരു പുസ്തകം എടുത്തിട്ട് അറ്റൻറ്റീവായിട്ട് കുറച്ച് സമയത്തേക്കെങ്കിലും ഒന്ന് വായിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ വേർഡ്സിന് അറിയാൻ പറ്റുകയാണെങ്കിൽ ഭയങ്കര നമ്മളറിയാതെ തന്നെ നമ്മളുടെ അറ്റൻഷൻ സ്പാന് കൂടുന്നു, നമ്മളുടെ ഈ പറഞ്ഞ വെക്കാബുലറി കൂടുന്നു, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വർദ്ധിക്കുന്നത്, അങ്ങനെ പലതരം മാറ്റങ്ങൾ ഉണ്ടാവും തോന്നുന്നു. സോ വായിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു നല്ലതാണ്. ഓക്കെ, എന്തായാലും യാത്രയിലേക്ക് വീണ്ടും വരാണ്. ഞാൻ കുറച്ച് മുമ്പാണ് ഫിദ ഉമ്മയും കൊണ്ട് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്, ഉമ്മേന്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പം ഒരു കാലത്ത് നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങാടിയിലേക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു സ്ത്രീകൾക്ക്. ഞാനൊരു സമുദായത്തിനെ മാത്രമല്ല, മൊത്തത്തിൽ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനകത്തുനിന്ന് എത്രയോ ഫിദക്ക് ആ ഒരു കാലഘട്ടം കണ്ട ഒരു ഉമ്മയെ പിന്നെ ഫിദന്റെ കൂടെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഈ സൊസൈറ്റിക്ക് ഈ വന്നിട്ടുള്ള ഈ മാറ്റം എങ്ങനെ വന്നതായിരിക്കും എന്നാണ് ഫിദക്ക് തോന്നുന്നത്? ഇപ്പോൾ പേഴ്സണലി പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ ട്രാവലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ടിപ്പിക്കൽ ഇപ്പോഴത്തെ പാരൻസ് എന്താ പറയുക, ഊര് തണ്ടൽ അല്ലെങ്കിൽ വെറുതെ സമയം കളയാൻ ഇറങ്ങിത്തിരിക്കൽ എന്നുള്ളതൊക്കെ. അപ്പോൾ അതിനൊക്കെ നമുക്ക് വി കാൻ ബ്ലെയിം അവർ പാരൻസ്. ലൈക്ക് അങ്ങനെയാ അവരുടെ ഒരു ജനറേഷനിൽ അവരെന്താണോ വിചാരിച്ചു വെക്കണത് അല്ലെങ്കിൽ അവർ പഠിച്ച കാര്യങ്ങളാണ് അതാണ് അവരിപ്പോഴും കൊണ്ട് നടക്കുന്നത്. അപ്പോൾ നമുക്കതിനെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇൻസ്റ്റഡ് ആ പറഞ്ഞ പോലെ തന്നെ ഒരു ആർഗ്യുമെന്റ്സിലേക്കോ അല്ലെങ്കിൽ ഇതാണ് എന്നുള്ള വാക്ക് തർക്കങ്ങളിലേക്കോ ഒന്നും പോവാതെ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കാം. അതായത് ഇപ്പോൾ ഒറ്റയ്ക്ക് പോകുന്നതിനെക്കാട്ടിലും ബെറ്റർ നമുക്ക് ഒറ്റയ്ക്ക് പോയി എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ ഉമ്മനെ സംബന്ധിച്ചൊക്കെ ഉമ്മ ഭയങ്കര കൺഫൈൻഡ് ആയിരുന്നു, ഒരു 4 ചുവരുകൾക്കുള്ള അങ്ങനത്തെ ഒരു ടിപ്പിക്കൽ ഉമ്മയായിരുന്നു. അപ്പോൾ അമ്മനെ സംബന്ധിച്ച് അങ്ങനെ യാത്രകളിലൊന്നും പോയിട്ടില്ല. അപ്പോൾ ഞാൻ ലേഡീസ് ഓൺലി ക്യാമ്പ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്യാമ്പ്സ് ചെയ്തപ്പോൾ 2ാമത്തെ ക്യാമ്പിന് ഞാൻ എൻ്റെ ഉമ്മാനെയും കൂടെ കൂട്ടി. അപ്പോൾ ഉമ്മനെ കൂട്ടിയിട്ട് ഉമ്മ വന്ന് അടുത്തറിഞ്ഞപ്പോഴാണ് ക്യാമ്പ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ജസ്റ്റ് DJ പാർട്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു ടിപ്പിക്കൽ സാധനം ഉണ്ടല്ലോ. അപ്പോൾ അതൊന്നൊക്കെ മാറി ഉമ്മ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ദിസ് ഇസ് ദ തിങ് എന്ന് ഉമ്മക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഹോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഉമ്മയാണ് മൊത്തം ഹോസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു ഇതാണ്. പിന്നെ ഇന്റർനാഷണൽ യാത്ര കൊണ്ടുപോയി, അൽഹംദുലില്ലാ ബാലിയിലൊക്കെ ഉണ്ടായത്. അപ്പോൾ ഉമ്മനെ സംബന്ധിച്ച് ഭയങ്കര ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിയതും ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ, അപ്പോൾ മുപ്പത്തേക്ക് ഇതാണ് സാധനം അല്ലെങ്കിൽ ഇതാണ് യാത്ര എന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഭയങ്കര സപ്പോർട്ടായി. എന്നാൽ നീ പൊയ്ക്കോ, അല്ലെങ്കിൽ ഉമ്മയാണ് ഇപ്പോൾ എൻ്റെ ഫുള്ള് ബാഗെല്ലാം എടുത്ത് നിന്ന് പൊയ്ക്കോ എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ ഈ എക്സ്പീരിയൻസ് ചെയ്യാത്ത കുറവാണെന്ന് തോന്നുന്നു. ലൈക്ക് ഇതാണ് എന്ന് നമ്മളായിട്ടൊന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഞാൻ പറയുന്നത് മനുഷ്യനപ്പുറമായിട്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന കുറെ പ്രശ്നങ്ങൾ അതിനെങ്ങനെയൊക്കെ മറികടക്കാം? എൻ്റെ രീതിയിൽ എന്നെ ഭയങ്കര എന്താ പറയുക പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചതാണ് എൻ്റെ കംഫർട്ട് സോൺ. അപ്പോൾ വീടായിക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ പഠിച്ച പ്രൊവിഡൻസിലാണ്. ഏകദേശം പ്രൊവിഡൻസ് കുറച്ചധികം അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള വുമൻസ് ഓൺലി കോളേജസ്. അപ്പോൾ നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് പോവുക അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു എന്താ പറയുക സൊസൈറ്റീനെ അറിഞ്ഞ് അങ്ങനത്തെ ഒരു കൾച്ചർ അവിടെ ഇല്ലായിരുന്നു. പിന്നെ കോളേജ് കഴിഞ്ഞിട്ടാണ് ഞാൻ ദിസ് ട്രാവലിംഗ് അല്ലെങ്കിൽ ആ ഒരു പാഷനേറ്റ് ഏരിയ ഞാനായിട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കംഫർട്ട് സോൺ വിട്ടിറങ്ങി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സർക്കിൾസ് കണ്ട്, കമ്മ്യൂണിറ്റീസ് കണ്ട് അതിലൊക്കെ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതൊന്നും നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റും. ഞാനൊരു വയനാട്ടിൽ ജനിച്ച കുട്ടി. അപ്പോൾ എന്നെ സംബന്ധിച്ച് വയനാടായിരിക്കും എൻ്റെ ഒരു കംഫർട്ട് സോൺ. ഇത് വിട്ടിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റൂല എന്ന് ചിന്തിക്കുന്നിടത്ത് നമുക്കൊരു വാതിൽ തുറക്കുകയാണ്. അതായത് പുതിയ കമ്മ്യൂണിറ്റികളെയും പുതിയ ആൾക്കാരെയും പുതിയ സ്പേസുകളൊക്കെ പറയുമ്പോൾ എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നതാണ് എന്നുള്ളൊരു വിശ്വാസം എനിക്ക് മുന്നിൽ വന്ന് അങ്ങനെ അതിൽ സീക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓൾ യു ഹാവ് ടു ഡു ഇസ് ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളത്. ഉമ്മാനെ സംബന്ധിച്ച് ഞാൻ ആ യാത്ര ഉമ്മാനെ കൊണ്ട് പോയപ്പം ഉമ്മാക്ക് ഭയങ്കര വലിയൊരു ആശ്വാസമാണ്. ഉമ്മാനെ സംബന്ധിച്ച് ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് എനിക്ക് ഇനിയും
യാത്രകൾ പോകണം, അല്ലെങ്കിൽ എന്നെ മോളെ കൊണ്ട് ഇതൊക്കെ പറ്റിപ്പിച്ച് എനിക്കിനി അവളില്ലാതെയും ഒറ്റയ്ക്ക് പോകണം എന്നുള്ളൊരു ആ ഒരു മൈൻഡിലേക്ക് എത്തിക്കാനും ഫിദനെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. സോളോ ട്രാവൽ താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും ടീമായിട്ട് പോകാൻ താല്പര്യമുള്ള ആളുകളുണ്ട്. രണ്ടിനും രണ്ട് രൂപത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. ഫിദനെ സംബന്ധിച്ച് ചിലപ്പോൾ രണ്ടും താല്പര്യം ഉണ്ടാവും, എന്നാലും ഏതായിരിക്കും പ്രിഫർ ചെയ്യുക? എപ്പോഴും പ്രിഫർ ചെയ്യുക സോളോ. എന്തുകൊണ്ടാണത്? അതായത് ഗ്രൂപ്പ്, എന്റെ പെർസെപ്ഷൻ ആണ് പറയുന്നത്, ഗ്രൂപ്പിൽ പറയുമ്പോൾ നമുക്കൊരു ഐറ്റിനറി ഉണ്ടാകും, അല്ലെങ്കിൽ ഇപ്പോൾ ബഡ്ജറ്റ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോൾ ആ ഒരു ചിൽ വൈബ് സംഭവങ്ങളൊക്കെ കിട്ടും. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഇറങ്ങിത്തിരിക്കുന്നത് ഭയങ്കര അടിപൊളിയാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 2 ദിവസം മുന്നേ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു, കസോളിൽ ഒറ്റയ്ക്ക് ബാഗ് എടുത്തിട്ട് ഹൈക്കിന് പോയതാണ്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക, പേടിച്ച കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഒറ്റയ്ക്കാവുമ്പോൾ എന്താ ഒരു ആസ് എ ഗേൾ പല ചാലഞ്ചസ് ഉണ്ടാവും. രാത്രിയൊക്കെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പല സാധനങ്ങളും സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ടിപ്പിക്കൽ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫേസ് ചെയ്യേണ്ട എല്ലാവരും കൂടെ എപ്പോഴും ഉണ്ടാവണമെന്നില്ല, നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു ഒറ്റ പോയിന്റ്, ആ ഒരു തോട്ട് വന്ന് ആ തോട്ടിൽ ഇറങ്ങി പുറപ്പെട്ടതാണ് പല സോളോ യാത്രകളും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ബിഗിനറാണ്, എന്നിരുന്നാൽ കൂടി അത് ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ്. നമ്മളെ ഒറ്റയ്ക്ക് നമ്മളെ തന്നെ പല കാര്യങ്ങളും ഡീൽ ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. പല ഫിയേഴ്സിനെ അവിടെ മറികടന്ന് ഓക്കെ ദിസ് ഇസ് ദി തിങ്. സെൽഫ് എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഭയങ്കരമായിട്ട് സോളോ യാത്രകളിൽ നടക്കും. നേരത്തെ പറഞ്ഞു ഞാൻ ഉമ്മനെ ഈ വുമൻസ് ഓൺലി, ലേഡീസ് ഓൺലി ക്യാമ്പിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത്. ഇപ്പോൾ ഒരുപാട് ലേഡീസ് ഓൺലി ക്യാമ്പുകൾ വളരെ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. അതേപോലെ ഞാൻ ഡൈവോഴ്സ് ചെയ്ത സ്ത്രീകളുടെ ഒരു ക്യാമ്പ് ഈ അടുത്ത് ശ്രദ്ധിക്കൽ ഉണ്ടായി. എന്തുകൊണ്ടായിരിക്കും ഒരു വുമൻസ് ഓൺലി ക്യാമ്പുകൾ വലിയ രീതിയിൽ ആഘോഷിക്കാനും സ്ത്രീകൾ കൂടുതലായിട്ട് അതിനകത്ത് പങ്കെടുക്കാനൊക്കെ കാരണം എന്നുള്ളത്, അത് ഹോസ്റ്റ് ചെയ്ത ഒരാളെന്ന നിലയിൽ എന്തായിരിക്കും കാരണം? ഞാൻ ഹോസ്റ്റ് ചെയ്ത പല ലേഡീസ് ഓൺലി ക്യാമ്പ്സിൽ എനിക്ക് കണ്ടത്, അവരെ സംബന്ധിച്ചോളം അവരുടെ മനസ്സൊന്ന് തുറക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ടാണ് പല സ്ത്രീകളും കണ്ടത്. അതായത് പല ഏരിയയിൽ നിന്ന് വന്ന മനുഷ്യന്മാർ, പല ജീവിത സാഹചര്യങ്ങൾ, അവർക്ക് പല പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്ത് വന്ന ആൾക്കാർ, അവരെ സംബന്ധിച്ച് ഇതൊക്കെ അവർ മാത്രമല്ല ഫേസ് ചെയ്തത് എന്നുള്ളൊരു തോട്ട് അവർക്ക് ലോകത്തോടൊന്ന് വിളിച്ചു പറയണം എന്നുള്ളത് പോലെ. അപ്പോൾ പലരും ഇങ്ങനെ ക്യാമ്പ് ഫയറിലൊക്കെ ഇരിക്കുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള സ്റ്റോറീസ് അറിയുമ്പോൾ പലർക്കും ഇതൊരു ആശ്വാസം. ഓക്കെ, ഈ ജേണിയിൽ ഞാൻ മാത്രമല്ല, എന്നെയും കാട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഫേസ് ചെയ്ത് വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പക്ഷേ എൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ്, അതിൻ്റെതായിട്ടുള്ള പ്രയോറിറ്റി ഞാനതിന് കൊടുക്കും. പക്ഷേ അതൊരിക്കലും ഞാൻ ഒറ്റയ്ക്കല്ല, ഇങ്ങനെയും മനുഷ്യന്മാരുണ്ട്, എന്നെയും കാട്ടിലും വലിയ പ്രശ്നങ്ങൾ ഡീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു പെയിന് വളരെ കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കനം കുറയ്ക്കാനായിട്ട് അവർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. മനുഷ്യനപ്പുറം സ്ത്രീകൾ ഇങ്ങനെ കൂടുമ്പോൾ എന്തായിരിക്കും അതിന്റെ ഒരു പ്രത്യേകത കൂടുന്നത്? എങ്ങനെയായിരിക്കും അവർക്ക് അവരായിട്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്, അവർക്ക് തോന്നുന്നത് പരസ്പരം മനസ്സിലാക്കാൻ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നു. കാരണം നമ്മളൊരു ഗേൾ സൈക്കോളജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതിയിലേറെ പ്രശ്നങ്ങൾ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ അത് ഭയങ്കര ലൈക്ക് ഇപ്പോൾ ഇപ്പോൾ അഡൽട്ട് സ്റ്റേജിൽ ഇപ്പോൾ എനിക്ക് നിൽക്കുമ്പോൾ തോന്നുന്നു കുറച്ചധികം, പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ബോയ് ഫ്രണ്ട്സ് ഗേൾ ഫ്രണ്ട്സ് അങ്ങനെ ഒന്നുമില്ല, ഒരു മിക്സ്ഡ് ഗ്യാങ് ഓഫ് ഫ്രണ്ട്സ് ആയിരിക്കും. പക്ഷെ ഇപ്പോൾ കുറച്ചധികം നമുക്ക് നമ്മളെ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ ഗേൾ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ പല കാര്യങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസ് പറയുന്നത് നമ്മൾ അവരുടെ അടുത്ത് പറയുന്നത്, അങ്ങനെ ഒരു എക്സ്ചേഞ്ച് സാധനങ്ങൾ വരുമ്പോൾ ഭയങ്കരമായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പല സാധനത്തിനും. ഇങ്ങനെ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ ഉണ്ടാവും, ഇനിയും യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന, വീട്ടിനുള്ളിൽ തന്നെ പിന്നെ അകപ്പെട്ടു പോയ സ്ത്രീകളുണ്ടാവും. അത്തരം പെൺകുട്ടികളോട് ഫിദക്ക് എന്താണ് പറയാനുള്ളത്? സ്റ്റുഡൻസ് ആണെങ്കിലും അങ്ങനെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് യാത്രയിലേക്ക് ഇറങ്ങണം എന്നുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ബി ഏബിൾ ടു എന്താ പറയുക, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻസ് എന്നുള്ളത് ഭയങ്കര മസ്റ്റാണ്. അത് നമ്മളിപ്പോൾ വിചാരിക്കുന്നതിന് ഇമ്പോർട്ടൻസ് ആയിരിക്കില്ല കുറച്ച് കഴിഞ്ഞുണ്ടാവുക. അപ്പോൾ എത്രത്തോളം നമുക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്ത് നമ്മൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ അത് ഈസിയാക്കി തന്നത്, എൻ്റെ പാഷനിലേക്ക് ഫോക്കസ് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാക്കി തന്നത് ആ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിയാണ്. പഠിക്കുന്ന കാലത്തിൽ പല ജോലികളും ചെയ്തതാണ്, ഫ്രീലാൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിക്കോട്ടെ, അങ്ങനെ പല പരിപാടികൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ പൈസ സേവ് ചെയ്യുക, ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് അത് കൊണ്ടുപോകുക. അപ്പോൾ സ്വന്തമായിട്ടൊരു ഡ്രസ്സ് വാങ്ങുന്നതിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് പ്രൗഡായിരുന്നു. ഓക്കെ, എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു സാധനം. അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി എന്നുള്ളത് എത്ര ചെറിയ പ്രായത്തിലാണെങ്കിൽ നമുക്ക് വേഗം അതിലുള്ള വഴികൾ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് നമ്മളെ പാഷനിലേക്ക് എത്താൻ പറ്റുന്നതാണ്.
പുതിയ എൻ്റർപ്രണേഴ്സിലേക്കൊക്കെ സ്ത്രീകൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആളുകൾ പറയാറുണ്ട്, റീഡിങ്ങിന് ഭയങ്കര പ്രാധാന്യമുണ്ട്, ഞങ്ങൾ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ വായനക്കായിട്ട് മാറ്റി വെക്കാറുണ്ട്, അത് ഞങ്ങളുടെ ലൈഫിന് ഭയങ്കര നല്ലതായിട്ടൊക്കെ പറയാറുണ്ട്. ആ ഒരു റീഡിങ് ജേണി എങ്ങനെ സ്ഥിരമായിട്ട് ഞാൻ രാവിലെ ഇങ്ങനെ 1 മണിക്കൂർ വായിക്കണം അങ്ങനെ ചിന്തിച്ചിട്ടാണോ ഫിദ റീഡിങ് ജേണി ഉണ്ടാവുക ഫിദന്റെ? ഞാൻ ഇന്നലെ ഒരു ആർട്ടിക്കിൾ വായിച്ചത് ന്യൂറോപ്ലാസ്റ്റിസിറ്റിനെ കുറിച്ചാണ്. അത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി സംഭവം നമ്മളുടെ ബ്രെയിനിനെ നമ്മൾ തന്നെ ട്രെയിൻ ചെയ്തിട്ട് പുതിയ ന്യൂറൽ പാത്വേസ് ഉണ്ടാക്കി പുതിയ ഹാബിറ്റ് ഫോം ചെയ്യുക എന്നുള്ളൊരു സാധനം. ഞാൻ പൊതുവേ നോൺ ഫിക്ഷൻസ് അധികം വായിക്കാത്ത ഒരാളാണ്. ആറ്റോമിക് ഹാബിറ്റ്സ് ഇങ്ങനത്തെ റോബിൻ ശർമ്മൻ്റെ ബുക്സ് ഒന്നും അധികം പ്രിഫർ ചെയ്യാത്ത ആൾക്കാർ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ വായനയ്ക്കുള്ള ജേണിയും ആൽക്കമിസ്റ്റ് തുടങ്ങിയിട്ടാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൽക്കമിസ്റ്റിൽ മീനിങ് ഒക്കെ എന്തോ ലൈക്ക് ശരിക്കും ലൈഫ് റിയാലിറ്റി വെച്ച് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് വലിയുന്ന പോലെ തോന്നി. അപ്പോൾ അത് അങ്ങ് മാറ്റി. പിന്നീട് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ പല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, അതായത് ഒരൊറ്റ ജോൺറയിൽ തന്നെ ഒതുങ്ങാതെ വായന പലതിലേക്കും പരക്കുക എന്ന് പറയുമല്ലോ. ഇപ്പോൾ പല ജോൺറാസ് നമ്മൾ ഇപ്പോൾ സൈക്കോളജി ആയിക്കോട്ടെ, ഹിസ്റ്ററി ആയിക്കോട്ടെ, ഫിക്ഷൻ ആയിക്കോട്ടെ, നോൺ ഫിക്ഷൻ ആയിക്കോട്ടെ, ഇങ്ങനെ നമ്മളുടെ ഇഷ്ടം ഉള്ള ഫീൽഡ് നമ്മൾ തന്നെ തിരഞ്ഞെടുത്ത് ആ ഒരു ജോൺറയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഹാബിറ്റ് ഫോം ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പല സോഷ്യൽ മീഡിയ റീൽസിലൊക്കെ കാണലുണ്ട്, ലൈക്ക് ഇത്ര കറക്റ്റ് ഒരു 21 ഡേയ്സ് ഒക്കെ നമ്മൾ കറക്റ്റ് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹാബിറ്റ് ഫോം ചെയ്യുക എന്നുള്ളതൊക്കെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ അബ്സ്യൂർഡാണ്. ലൈക്ക് നമ്മളെ സംബന്ധിച്ച് പല പെർസെപ്ഷനുള്ള അല്ലെങ്കിൽ പല ഡൈവേഴ്സിറ്റിന്ന് വരുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് കറക്റ്റ് നമ്മൾ ഫൈൻഡ് ചെയ്ത് അതനുസരിച്ച് നമ്മളൊരു ഹാബിറ്റ് ഫോം ചെയ്യുക എന്നുള്ളത് പലർക്കും ഡിഫറെൻറ്റാണ്. അത് ചിലപ്പോൾ ഒരു ഓവർനൈറ്റ് നടക്കുന്ന സംഭവങ്ങളായിരിക്കില്ല. പറഞ്ഞ പോലെ തന്നെ ഒരു ഇത്ര ലിമിറ്റഡ് പീരീഡിൽ വായിക്കുക അല്ലെങ്കിൽ ഇത്ര പുസ്തകങ്ങൾ വായിക്കുക, ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക, അതൊക്കെ കുറച്ചധികം സ്ട്രാറ്റജിക്കലി ലൈക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഹാബിറ്റ് ഫോം ചെയ്യുക എന്നുള്ള ആൾക്കാരിലേക്ക് ഓക്കെയാണ്. പക്ഷെ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് വായന എന്ന് പറയുന്നത് എന്താ പറയുക, ഇത്ര സമയം കണ്ടെത്തിയിട്ട് ചെയ്യേണ്ട ഒരു സംഭവമല്ല. അത് ഭയങ്കര വിശാലമായിട്ട് ചെയ്യേണ്ടതാണ്. നമുക്ക് ലൈഫ് സ്റ്റൈൽ നമ്മൾ എല്ലാ ഡെയിലി ലൈഫിൽ പല സാധനങ്ങൾ ചെയ്യണത് പോലെ തന്നെ അതിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അതിൽ കൂടെ കടന്നു പോവട്ടെ എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിലൂടെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ലിസ്റ്റ് ആക്കിയിട്ട് വായനേനെ മാറ്റിയാൽ ഭയങ്കരമായിട്ട് ഈസിയാവുമെന്ന് തോന്നും. ഞങ്ങൾ പണ്ട് ഈ മലപ്പുറത്തെ ഈ സ്ത്രീകളെ പറ്റി പറയാറുണ്ട്, ഈ ബാങ്ക് കൊടുക്കാൻ കേട്ട് നിൽക്കാറാണ് അവർ മറ്റേ ഗീത ചൊല്ലാൻ വേണ്ടിയിട്ട് എന്നൊക്കെ കേൾക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു കൾച്ചറിലുള്ളൊരു സ്റ്റേറ്റാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അവിടെയാണ് ഫിദന്റെ ഞാനൊരു വീഡിയോയിൽ കാണുന്നത്, ഇതിനൊന്നും വലിയ ആഘോഷിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രൂപത്തിൽ, ഇത് കാലങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്, അതിനെ വലിയ രീതിയിൽ ആഘോഷിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു പോയിന്റ് ഫിദ പറയുന്നു എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് അതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കേരളത്തിനെ പറ്റിയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഇപ്പോഴത്തെ കേരളത്തിൽ പിന്നെ ഇപ്പം നമ്മൾ പാലസ്തീൻ വിഷയത്തിൽ ഒരു മുസ്ലിം സംസാരിക്കുന്നത് അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്ത ഒരാൾ സംസാരിക്കുന്നതും 2 രൂപത്തിലാണ് ആളുകൾ കാണുന്നത്. അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റായിട്ട് ഒരാൾ ബംഗ്ലാദേശി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാലക്കാട്, നമ്മുടെ കേരളത്തിലാണ് ഒരാളെ എല്ലാവരും കൂടി അടിച്ചു കൊന്ന് സിതാറിഞ്ഞിട്ടുണ്ടോ അറിയില്ല. അപ്പം ആ രൂപത്തിൽ കേരളത്തിൽ നമ്മൾ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു മതേതരത്വം നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു സാധനമുണ്ട്. അതിനെ എങ്ങനെയാണ് ഫിദ നോക്കി കാണുന്നത്? ഞാൻ ആ വീഡിയോന്റെ കോണ്ടന്റ് എടുത്തിട്ട് തുടരാണ്. മതേതരത്വം, മതസൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞത് കേരളത്തിൽ അന്നും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെ. ഈ പറഞ്ഞ നടന്നുകൊണ്ടിരിക്കുന്ന വേർഡ് തന്നെ പറയേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. അതിന് ഈ പറഞ്ഞ പോലെ തന്നെ പോർട്രേ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്പോഴും പല ആൾക്കാർ അതിനെപ്പറ്റി ഒരുപാട് സംസാരിക്കുമ്പം എനിക്കൊരു പോയിന്റിൽ എന്തിനാണ് ഇത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മേ ബി പല സെക്ടേഴ്സിലും അതിനെ പറ്റിയിട്ട് കുറച്ച് ഇപ്പോഴും നമ്മൾ ഫെമിനിസത്തിനെ കുറെ സംസാരിക്കുമ്പം അതേപോലെ തന്നെ ഏതൊക്കെയോ സെക്ടറിൽ അത് ഇല്ലാത്തത് കൊണ്ടാണ് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത്. പക്ഷേ അത് ഉണ്ട്, അത് നമ്മളെ ഡെയിലി ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്, നമ്മളുടെ ഡെയിലി ലൈഫിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എലമെൻ്റ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ വീണ്ടും സംസാരിക്കേണ്ടി വരിക എന്നുള്ളതിനെ കുറിച്ച് ഭയങ്കര നിരാശയുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്താണ് ഞാനൊരു സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പാകിസ്ഥാൻ വാറിനെതിരെയുള്ള ഹ്യൂമൻ ക്രൈസിസ് എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ വാറിനെതിരെ ഹ്യൂമാനിറ്റിക്കെതിരെ എന്നുള്ളൊരു എലമെൻ്റുള്ള ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്തു.
അതിനെതിരെ ഭയങ്കരമായിട്ട് വിമർശകം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താ FIR ഫയൽ ചെയ്യും, നിന്നെ ഞാൻ കൊല്ലുന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ എൻ്റെ DM മൊത്തം 2 ദിവസം ഫുള്ള് കൊലവിളിയായിരുന്നു. അപ്പോൾ ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഞാൻ 2 ദിവസം പോയി. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒരാൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആസ് എ മുസ്ലിം ഞാൻ ഇപ്പോൾ വാറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് പാകിസ്ഥാനി ആവാം, അല്ലെങ്കിൽ ഞാൻ ജിഹാദി ആവാം, അല്ലെങ്കിൽ യു ലിറ്റിൽ പാകിസ്ഥാനി ഗോ അവേ ഫ്രം ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പോസ്റ്റിന് ഇപ്പോഴും കമൻറ്റ് ഇട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ പലതും ലിമിറ്റഡാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുസ്തകങ്ങളിലായിക്കോട്ടെ, പുസ്തകങ്ങളിലും സിനിമകളിലൊക്കെ സെൻസർഷിപ്പുകൾ ഇപ്പോൾ വരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഒരു പൊളിറ്റിക്കലി ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കലി സമൂഹത്തിൽ നടക്കുന്ന ഒരു ഇൻജസ്റ്റിസിനെ അവിടെ ചൂണ്ടിക്കാണിക്കുമ്പം അവരൊക്കെ എന്താ പറയുക അവിടെ സൈലൻ്റ് ആയി പോവാം. സെൻസർഷിപ്പ് ഇടുന്നു, അല്ലെങ്കിൽ സിനിമകൾ ബാൻ ചെയ്യുന്നു, അങ്ങനെ ആർട്ടിസ്റ്റ് ഫ്രീഡൊക്കെ നമ്മൾ ഡെയിലി വായിക്കുന്ന സംഭവമാണല്ലോ. അപ്പോൾ ഈവൻ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൽ വരെ എന്തെങ്കിലുമൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അതിനെതിരെ ഒരു പെർട്ടിക്കുലർ ഇതാണ്, അല്ലെങ്കിൽ നമ്മളൊരു ജനറൽ ഓപ്പൺനെസ്സിനെ അല്ലെങ്കിൽ ആ ഒരു ഒപ്പീനിയനെ മാനിക്കാതെ പെട്ടെന്ന് പെർട്ടിക്കുലർലി സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ ഈ കാറ്റഗറിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ച് നിങ്ങളൊരു ടെററിസ്റ്റ് ആണ്, നിങ്ങളൊരു തീവ്രവാദിയാണ് എന്നുള്ള രീതിയിൽ വളരെയധികം എന്താ പറയുക എക്സ്ട്രീം വൈബിലേക്ക് ആൾക്കാർ കൊണ്ടുപോകുന്നൊരവസ്ഥ. അപ്പോൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഈ മതേതരത്വത്തിനെ കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോഴും പല ആൾക്കാരും അതിനെ ഓപ്പൺ ആയിട്ട്, അല്ലെങ്കിൽ ഇതാണ് ഒരു ഇൻഡിവിജ്വൽ പെർസെപ്ഷൻ, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ചോയ്സ്, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അതിനെ ഓപ്പണായിട്ട് അതിനെ എന്താ പറയുക അംഗീകരിക്കുക എന്നുള്ളൊരു സാധനം പല എലമെൻറ്റിലും ഇല്ലാത്തതുകൊണ്ടാണ് മതേതരത്തിനെ പറ്റിയിട്ട് നമ്മൾ വീണ്ടും സംസാരിക്കേണ്ടി വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കര ലിമിറ്റഡാണ് ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പേടി ഉള്ളതുകൊണ്ട് പല ആർട്ടിസ്റ്റുകളായിക്കോട്ടെ, റൈറ്റേഴ്സ് ആയിക്കോട്ടെ, ഇതിനൊക്കെ ചൂണ്ടിക്കാണിക്കാൻ, ഇതിനു വേണ്ടി സംസാരിക്കാൻ എവിടെയൊക്കെ പേടിയാണ്. കൊലവിളി നടത്തുന്നുണ്ട് എങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലായിടത്തും. അപ്പോൾ അത് ഇങ്ങനെ മറികടക്കുക എന്നുള്ളത്, പക്ഷേ നമുക്കൊരിക്കലും അതിനെ പേടിച്ചിട്ട് ഒളിച്ചെടുക്കാനും പറ്റില്ല. പുതുതായിട്ടുള്ള ചിന്താഗതികളും പുതുതായിട്ടുള്ള ഓപ്പൺനെസ്സും വരിക, അതിനായിട്ടുള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യര് നാടുകളിൽ ബോംബുകൾ ഇടുന്നു, അല്ലെങ്കിൽ പെൺകുട്ടികള്, ചെറിയ കുട്ടികള് പൊട്ടിക്കരയാണ്, അവരുടെ വീടും ഉമ്മയും ഉപ്പയും, അല്ലെങ്കിൽ സ്ത്രീകള് അവരുടെ എല്ലാവരും നഷ്ടപ്പെട്ട് ഓടിക്കരയുന്നു. അങ്ങനെയുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്നു. പലസ്തീനിൽ കാണുന്നു, ഏറ്റവും അവസാനമായിട്ട് വെനസ്വേലയിലടക്കവും കാണുന്നു. അതിനകത്തൊക്കെ മിണ്ടാതിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഹാൻഡിൽ ചെയ്യുന്ന ആളുകളുണ്ട്. എന്ന് വെച്ചാൽ അവരിടുന്ന, ഇപ്പം ഞാനിടുന്ന ഇമ്പാക്റ്റ് പോലെ ആയിരിക്കില്ല ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള, ഒരുപാട് പിന്നെ ഒരുപാട് കാഴ്ചക്കാരുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് ഇടാന്നുള്ളത്. അത്തരത്തിലുള്ളതിലൊന്നും ബോധർ ചെയ്യാത്ത സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇടുന്ന ആളുകളുണ്ട്. അവരുടെ ചിന്താഗതി ഏത് രൂപത്തിലുള്ളതായിരിക്കും എന്നുള്ളത് ഫിദക്ക് തോന്നുന്നത്? കുറച്ചധികം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സംഭവമാണ്. പലർക്കും പല പെർസെപ്ഷൻസ് ഉണ്ടാകും, അത് അവരുടെ പൊളിറ്റിക്സ് ആണ്. എന്നിരുന്നാൽ കൂടെ ഫലസ്തീൻ എന്നുള്ളത് ഒരൊറ്റ ജനറൽ അവയർനെസ്സിൽ പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാതിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വൃത്തികേട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഓപ്പണായിട്ട് പറയുള്ളൂ. കാരണം ഒരു ടിപ്പിക്കൽ ധാരണ ഉണ്ട്, ഞാനൊക്കെ ചെയ്തിട്ട് ഫലസ്തീനൊക്കെ എന്ത് കിട്ടാനാ, സുഡാനിലൊക്കെ എന്ത് കിട്ടാണ്, പറഞ്ഞ വെനീസിലൊക്കെ എന്ത് കിട്ടാനാണെന്നുള്ളൊരു. അപ്പോൾ നമ്മളെ ബാധിക്കാത്തടത്തോളം കാലം അല്ലെങ്കിൽ നമ്മളെ അവെയർ ആവാത്തടത്തോളം കാലം നമ്മളെ ബാധിക്കുന്ന ഒരു പൊളിറ്റിക്സ് അല്ല അത്. നമ്മളതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളൊരു പൊതു ധാരണ ഉള്ളത് കൊണ്ടാണ് പലരും മിണ്ടാതിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നത്. അപ്പോൾ അൺലെസ് അത് നമ്മളെ ലൈഫിലേക്ക് വരാത്തടത്തോളം കാലം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സിറ്റിസണാണ്. നമ്മളുടെ പൊളിറ്റിക്സ്, അല്ലെങ്കിൽ നമ്മളൊരു ഗ്ലോബൽ വേൾഡിൽ ജീവിക്കുമ്പം നമുക്ക് നാളെ പറ്റാവുന്ന ഒരു പൊളിറ്റിക്സാണ് അവിടെയും നടക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നത് ഏറ്റവും വലിയ ഹിപ്പോക്രസി എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. പറഞ്ഞ പോലെ തന്നെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇത്രയും റീച്ചുള്ളൊരു ഇൻഫ്ലുവൻസർ ആയിക്കോട്ടെ, അവർക്കൊക്കെ ഒരു വേർഡ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ, അതിനെക്കുറിച്ച് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അവരുടെ ഒരു ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തൊരു ലൈഫായിരിക്കും. ആ ലൈഫിനെ മുന്നിൽ കണ്ടിട്ട് അവർക്കത് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് അവർക്ക് കിട്ടാവുന്ന ലൈഫിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റാണ്. ലൈക്ക് അവര് ഈ അറ്റാക്കിനെയൊക്കെ പേടിച്ചിട്ടോ, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഈ കൊളാബറേഷൻ ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നുള്ള പേടിയും അവരെ കൊണ്ടുപോകുന്നുണ്ടെങ്കിലോ? പലതും ഈ പൊളിറ്റിക്സിനെ കുറിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം അതെടുത്തിട്ട് മാറ്റും.
പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ വീട്ടിൽ ഒരു പ്രശ്നം വരാണ്, വീട്ടിൽ ഇങ്ങനത്തെ ഒരു ക്രൈസിസ് വരാം, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കാൻ പറ്റാണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാണ്ടിരിക്കാൻ പറ്റും? അത് വെനസ്വേലയിലെ പോലെ വേണമെങ്കിൽ നാളെ കുറച്ച് പട്ടാളക്കാർ വന്ന് നമ്മുടെ പിണറായി വിജയനെ പിടിച്ചു കൊണ്ടുപോയി, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലോ? അങ്ങനെയല്ല, ഒരു രാജ്യത്തൊരു ജനങ്ങള് ഒരു ലീഡറിനെ സെലക്ട് ചെയ്ത അയാളെയും ഭാര്യയും പെട്ടെന്ന് ഒരു പട്ടാളക്കാർ വന്നിട്ട് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അതിനെ കേരളത്തിൽ സമരം ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ലീഡറായിട്ടുള്ള ഒരാൾ പോസ്റ്റഡാണ്, നാളെ ഈ ഒരു പാർട്ടി, നമ്മുടെ കേരളത്തിലെ ഒരു പാർട്ടി സമരം ചെയ്യുന്നതിന്റെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഇദ്ദേഹം ഇതിന്റെ കമന്റ് ഇടാണ് എന്ത്, ഇവരുടെ സമരം കണ്ട് നാളെ ഇനി ട്രംപ് രാജിവെക്കുന്നുള്ളത്. അപ്പം ആ രൂപത്തിൽ അവരത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രൂപത്തിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് അങ്ങനെ ചിന്തിക്കും, എന്തിനാണ് സമരം ചെയ്യുന്നത്, അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു റൈറ്ററിന്റെ റൈറ്റപ്പ് ആയിക്കോട്ടെ, ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒരൊറ്റ സിറ്റിസണിൽ, അത് പല ജെൻഡർ വൈസ് റിഗാർഡ്ലെസ് ഓഫ് ജെൻഡർ, പിന്നെ ഏജ് വ്യത്യാസങ്ങളില്ലാതെ ഇതാ എത്തണത് ഒരു ഇൻഡിവിജ്വലിനാണ്. ഈ ഇൻഡിവിജ്വലിലേക്ക് എത്തുമ്പം അവരുടെ പെർസെപ്ഷൻ അവിടെ മാറി മറിയാണ്. ഇപ്പോൾ അത്രക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഇടുമ്പോഴും, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഇടുമ്പോഴും ഇന്ന സോഷ്യൽ മീഡിയ, ആ ഒരു സെക്ടറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് പറയണത്. അപ്പോൾ ഇത് എത്തിക്കുന്ന ആൾക്കാരിലേക്ക് എത്തണ ഇൻഫ്ലുവൻസ് ഭയങ്കര അധികം, നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും അപ്പുറത്താണ്. കാരണം കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ കാണുന്നൊരു പ്ലാറ്റ്ഫോം കൂടെയാണ് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എല്ലാം. അപ്പോൾ അതിലേക്ക് പറഞ്ഞ പോലെ തന്നെ പൊളിറ്റിക്സ് ഓപ്പൺനെസ് ആയിട്ട് ക്ലാരിറ്റിയോടെ ഇൻജസ്റ്റിസ് എടുത്ത് കാണിച്ചിട്ട് ഒരു ജസ്റ്റിസ് എന്നുള്ള രീതിയിലേക്ക് അതിനെ എടുത്ത് കാണിക്കുമ്പോൾ അത് ഭയങ്കരമായിട്ടൊരു ഇമ്പാക്റ്റ് എത്തിക്കുന്നുണ്ട്. പറഞ്ഞ പോലെ സംസാരിക്കാതിരിക്കുക, ഒരു സാധനത്തിനെ പറ്റി അറിഞ്ഞ് പല ഇൻജസ്റ്റിസുകളും നമ്മളെ ചുറ്റും നടന്നിട്ട് അതിനെ പറ്റി ഒരു പൊളിറ്റിക്കലി ചെറിയ കുറച്ച് പോലും അതിനെപ്പറ്റി അവെയർ ആവാതിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മാറ്റം, അതെല്ലാം അറിഞ്ഞിട്ട് അതിനെപ്പറ്റി നമുക്ക് ചെയ്യാവുന്നിടത്തോളം നമ്മളുടെ കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഓക്കെ ചെയ്യാൻ പറ്റണതൊക്കെ ചെയ്യാന്നുള്ളതും ഭയങ്കര വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഈ യാത്രയിലേക്ക് തന്നെ ഒരു വുമൺ പിന്നെ ട്രാവലർ എന്ന നിലയിൽ ഇപ്പൊ ഞാൻ പറയുന്നത്, പിന്നെ നമ്മൾ കേരളത്തിനെ പറ്റിയൊക്കെ പറയും ഭയങ്കര സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് എന്നുള്ളതാണ് പറയാറുള്ളത്. നോർമലി സ്ത്രീകൾക്കും ഭയങ്കര സേഫ് ആണ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ 2 ദിവസം മുമ്പാണ് കോഴിക്കോട് ബീച്ചിൽ, നമ്മൾ കോഴിക്കോട് അത്രയും സേഫ് ആണെന്നൊക്കെയാണ് ആളുകൾ പറയാറുള്ളത്. അവിടെയാണ് കോഴിക്കോട് ബീച്ചിൽ ഒരു പെൺകുട്ടീനെ കുറച്ച് ആളുകൾ തട്ടിക്കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചിട്ട് 4000 രൂപ ഈ പെൺകുട്ടീൻ്റെ കയ്യിൽ അതിനൊരു പാരിതോഷികമായി കൊടുത്തിട്ട് ബീച്ചിൽ പറഞ്ഞു വിടുന്ന ഒരു വാർത്ത നമ്മൾ കണ്ടു. ഒരു പിന്നെ യാത്ര, ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ കേരളം എത്രത്തോളം സേഫാണ്, അതുപോലെ പിന്നെ സ്ത്രീകൾക്ക് നമ്മുടെ രാജ്യത്ത് ഇന്നും സേഫായിട്ട് പ്രത്യേകിച്ച് രാത്രി യാത്ര ചെയ്യുന്നതിൽ എത്രത്തോളം കംഫർട്ട് ഉണ്ട്? അതിൻ്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, കോഴിക്കോട് 11th സേഫസ്റ്റ് സിറ്റി എന്നാണ് അറിയപ്പെടുന്നതെന്ന്. അത് പോർട്രേ ചെയ്തിട്ട് തന്നെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടെ അങ്ങനെ കോഴിക്കോടങ്ങാടിയിൽ നടക്കുക, രാത്രിയാണ്, ഒരു 12 മണി 1 മണിയൊക്കെ ഉണ്ടാവും. ഇങ്ങനെ കോളേജൊക്കെ കഴിഞ്ഞ് ഹോസ്റ്റലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടക്കുക. അപ്പോൾ ഫുള്ള് ഞങ്ങളെങ്ങനെ ഭയങ്കരമായിട്ട് അതെന്തെന്നാ അന്യഗ്രഹ ജീവികൾ എന്നുള്ള രീതിയിലേക്ക് ഇങ്ങനെ നോക്കി കാണുന്ന കുറേ ആൾക്കാർ. വർഷങ്ങൾക്ക് മുമ്പാണോ? അല്ല, ഒരു 2 years, ഐ തിങ്ക് 1 year ബാക്ക്. അപ്പോൾ ഇങ്ങനെ നടക്കുകയാണ് ഇവരൊക്കെ. നമ്മളൊക്കെ എന്തിനാ ഈ സമയത്ത് ഞങ്ങൾ പുറത്തിറങ്ങി നടക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് ഇങ്ങനെ നോക്കുക. എന്നിട്ട് അത് ഞാനിട്ട് ആ ഒരു പോസ്റ്റ് ഇട്ട് ഒരു റൈറ്റപ്പ് ഇട്ട് അതിൻ്റെ താഴെ. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് വന്ന റിപ്ലൈസ് ഒക്കെ ഭയങ്കര ഭീകരം. അതായത് എന്തിന് നിങ്ങൾ ആ സമയത്ത് പുറത്തിറങ്ങി, ഏതാണ് ആ സമയം, എന്തുകൊണ്ട് നിങ്ങൾക്ക് എന്തിനാ വേഷമാണ്, നിങ്ങൾക്ക് വേഷം കണ്ടാൽ മതി, ഇപ്പോഴും ഇങ്ങനെയൊക്കെ നടക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടല്ലോ, മാതാപിതാക്കളൊന്നും നിങ്ങൾ നോക്കണില്ലേ, തോന്നിയാസം കാട്ടി നടക്കുക, കോഴിക്കോടിനെ പറയിപ്പിക്കാൻ എന്നൊക്കെ ഉള്ള രീതിയിൽ ഞങ്ങളായിരുന്നു അവിടെ പ്രശ്നം. ഞങ്ങൾ കറക്റ്റ് പോർട്രേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ശല്യപ്പെടുത്തുന്ന ആൾക്കാരെ വെച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു എന്ന് ഓർക്കണം. പല ആൾക്കാരും ഇങ്ങനെ ബൈക്കിലൊക്കെ വന്നിട്ട് ഞങ്ങൾ ആ ഒരു മൊമെന്റിനെ നശിപ്പിക്കുന്ന രീതിയിൽ കമന്റ് അടിച്ചിട്ട് പോവുക. എന്നിട്ട് ആൾക്കാരതൊന്നും കാണാതെ ഞങ്ങൾ ഇറങ്ങി നടന്നതായിരുന്നു പ്രശ്നം, ഞങ്ങളെ വസ്ത്രങ്ങളായിരുന്നു അവിടെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇപ്പോഴും ചോദിക്കണം നമ്മളോട് തന്നെ. കേരള ലിറ്ററസി എന്നൊക്കെ പറയുമ്പോൾ ലിറ്ററസി റേറ്റിന്റെ ഒരു സ്ത്രീകൾക്ക് അത്രയും ഇപ്പോഴും സേഫ് അല്ല എന്ന് തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഒരിക്കലും പറയില്ല സേഫ് ആണെന്ന്. വേറെ സ്റ്റേറ്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പോയതിൽ വെച്ചിട്ട് എനിക്ക് കുറച്ചധികം സേഫ് ആയിട്ട് തോന്നിയത് ലക്ഷദ്വീപ്.
ഒരു ലിമിറ്റേഷൻസും സാധനങ്ങളും അല്ല. ഈ പറഞ്ഞ പോലെ എവിടെയും ലിമിറ്റേഷൻ ഇല്ല, പക്ഷേ നമുക്ക് ഭയങ്കരമായിട്ട് സേഫായിട്ട് ഇറങ്ങി നടക്കാൻ പറ്റും എന്നുള്ള ഒരു ആസ് എ ഗേൾ പെർസ്പെക്റ്റീവിൽ കമ്പാരിറ്റീവായിട്ട് നമുക്ക് നോക്കുമ്പോൾ ഭയങ്കര സേഫായിട്ട് തോന്നിയ ഒരു സ്ഥലം ലക്ഷദ്വീപാണ്. അവിടുത്തെ ആൾക്കാരും അവിടുത്തെ മനുഷ്യന്മാരും നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്, ആ ഒരു റെസ്പെക്റ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് തോന്നി. അതിൽ പകുതിയെങ്കിലും നമ്മളെ നാട്ടിലേക്കൊക്കെ ഒന്ന് വരികയാണെങ്കിൽ ഭയങ്കര. പക്ഷേ ഇതിനകത്തൊരു ഒരു 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 പ്രശ്നം ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയുകയാണ്. ഒരു 2-3 വർഷം മുമ്പാണ് ലക്ഷദ്വീപ് കുറച്ചും കൂടി ഒരു ടൂറിസം വർദ്ധിപ്പിക്കുന്നത്, പിന്നെ നമ്മുടെ പ്രധാനമന്ത്രി അവിടെ ബീച്ചിലിരുന്ന് ഫോട്ടോ എടുക്കുന്ന, അങ്ങനെ ഒരുപാട് ചർച്ചകളുണ്ടായിരുന്നു. പിന്നെ ഈ ടൂറിസം എത്രത്തോളം ഈ ലക്ഷദ്വീപിൽ എത്ര വട്ടം പോയിട്ടുണ്ട്? ഞാൻ ഒരു വട്ടം പോയിട്ടുണ്ട്. പിന്നെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും വിചാരിക്കുന്നു ലക്ഷദ്വീപിൽ കുറച്ചൊക്കെ ഉണ്ടാവുമായിരിക്കും. ഈ ടൂറിസം ഒരു നാടിനെ നശിപ്പിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ലക്ഷദ്വീപിലേക്കൊക്കെ അവിടെ ഉള്ള ആളുകൾക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. വേറെ സ്ഥലത്തെ ആളുകൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൾച്ചറിനെ ചിലപ്പം പിന്നെ അല്ലെങ്കിൽ ഈ അവരെ സംബന്ധിച്ച് കാശ്മീരിലൊക്കെ അങ്ങനെ ഒരു വിഷയമുണ്ട്. അവിടെ പുറത്തത്തെ ആളുകൾ അവിടെ വന്ന് വീടെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്ലാറ്റ്സ് വരുമ്പം അല്ലെങ്കിൽ അവരെ കൾച്ചറിനെ അല്ലെങ്കിൽ അവരുടെ ഒരു എന്താണ് അവരുടെ ജീവിത സാഹചര്യത്തിനെ നശിപ്പിക്കുമെന്ന് ഒരു ട്രാവലർ എന്ന നിലയിൽ ഒരു പിന്നെ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ ഇപ്പം അവരുടെ കൾച്ചറിനെ, രണ്ടാമതായിട്ട് അവിടുത്തെ ഒരു പ്രകൃതിനൊക്കെ നശിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടാവാറുണ്ടോ തോന്നുന്നുണ്ടോ? ലക്ഷദ്വീപിൽ ഞാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയൊരു സംഭവം, അവിടെ റിസോഴ്സസ് ഭയങ്കര ലിമിറ്റഡാണ്, സ്കാർസാണ്. അപ്പോൾ എനിക്കൊന്ന് മാസത്തിലൊരിക്കലാറ്റ ഷിപ്പ് വരുള്ളൂ. ഷിപ്പിലാണ് സാധനങ്ങൾ കയറ്റി അയക്കണമെന്നും അവർ വാങ്ങണതൊക്കെ. അപ്പോൾ പീടികകളിലൊക്കെ ഷോപ്പുകളിലൊക്കെ സാധനങ്ങളൊക്കെ ലിമിറ്റഡ് ആയിരിക്കും. ഈ പറഞ്ഞ പോലെ തന്നെ പെട്രോൾ പമ്പൊന്നുമില്ല അവിടെ. റേഷൻ പീടികയിൽ ഇങ്ങനെ മണ്ണെണ്ണ കൊടുക്കുന്നത് പോലെയാണ് പെട്രോളൊക്കെ കൊടുക്കണം. അപ്പോൾ അത്രയ്ക്ക് ലിമിറ്റഡാണ്. പക്ഷേ അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ അതിൽ കറക്റ്റായിട്ടുള്ള ഒരു സ്ട്രക്ചർ ബേസ്ഡ് റിഫോർമേഷൻസ് അവിടെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഭയങ്കര വലിയൊരു ഡെവലപ്മെൻറ്റ് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ഇപ്പോൾ അവിടെ നടക്കുന്ന എനിക്ക് തോന്നുന്നു കുറച്ച് അധികം ഒരു സസ്റ്റൈനബിൾ അല്ലാത്ത ഒരു ടൂറിസമാണ് അവിടെ നടക്കുന്നത്. പലരും നമ്മളുടെ നാട്ടിൽ നിന്ന് തന്നെ പോയിട്ട് അവിടെ കച്ചവടം ചെയ്തിട്ട് അവരുടെ ഒരു സെൽഫിഷ് മോട്ടീവ്സ് നടത്തുന്നത് പലതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ അവിടുത്തെ ആ ഒരു കൾച്ചറിനെയും അല്ലെങ്കിൽ അവിടുത്തെ ട്രഡീഷനെയും പൊക്കി പിടിച്ചുകൊണ്ട് തന്നെ ആ നാട്ടിലുള്ള ആൾക്കാർക്ക് ഭയങ്കര വലിയ രീതിയിലൊരു ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലേക്കുള്ളൊരു കോൺട്രിബ്യൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും. കാരണം ലക്ഷദ്വീപ് എന്ന് പറഞ്ഞൊരു സ്ഥലം സംബന്ധിച്ച് ഫുള്ളും പുറത്തൊക്കെ കടൽ ഐലൻഡാണ്, ലൈക്ക് കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലം. അപ്പോൾ അവിടെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറുതായിക്കോട്ടെ അല്ലെങ്കിൽ വലുതായിക്കോട്ടെ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഒരു ഇമ്പാക്റ്റ് ഭയങ്കര അധികമാണ്. അത് അവിടെ പോയിട്ട് അവരുടെ റിസോഴ്സസിനെ ലൂട്ട് ചെയ്യുക, ബ്രിട്ടീഷുകാർ നമ്മളെ നാട്ടിൽ വന്നിട്ട് റിസോഴ്സസ് ലൂട്ട് ചെയ്തെടുത്ത് പോവുക, അങ്ങനെയല്ല. അവിടെ നിന്ന് അവരുടെ കൾച്ചർ പഠിച്ച് ആ മനുഷ്യന്മാരെ അത് സ്നേഹം കൊടുത്തിട്ട് ഇരട്ടി തിരിച്ചിങ്ങോട്ടേക്ക് തരുന്ന മനുഷ്യന്മാരാണ് ലക്ഷദ്വീപിലുള്ള. അപ്പോൾ അതൊക്കെ അറിഞ്ഞ് പഠിച്ച് അവിടെ നിന്ന് ആ ഒരു കൾച്ചറിനെ അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡെവലപ്മെൻറ്റ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷെ അത് എത്രത്തോളം നമ്മളുടെ പൊളിറ്റിക്സ് ഈ പറഞ്ഞ ഗവൺമെൻറ് ഒക്കെ എത്ര ചെയ്യുന്നുണ്ട് എന്നുള്ളതിലാണ് ഒരു ചോദ്യം. ക്യാമ്പുകൾ നടത്തുന്നതിനെ പറ്റിയിട്ട് ഫിദ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില ആളുകൾക്ക് ഇപ്പം യാത്ര ചെയ്യാൻ നല്ല താല്പര്യം ഉണ്ടാവും, പൈസ ഉണ്ടാവും, പക്ഷെ എങ്ങോട്ട് പോകണം എന്ന് അറിയലുണ്ടാവില്ല, അല്ലെങ്കിൽ ആ സ്ഥലത്തിനെ പറ്റിയിട്ട് വലിയ അറിവുണ്ടാവില്ല, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര അറിവില്ലാത്ത ആളുകൾ ഉണ്ടാവും. ഈ ക്യാമ്പുകൾ ഇപ്പം ഓരോ സെലിബ്രിറ്റീസ് ക്യാമ്പ് ചെയ്യാറുണ്ട്, സ്ത്രീകൾ ചെയ്യാറുണ്ട്, അല്ലാത്ത ആളുകളൊക്കെ ക്യാമ്പുകൾ ചെയ്യാറുണ്ട്. ക്യാമ്പുകൾ ആളുകളുടെ യാത്രാ പ്രേമത്തിനെ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം അതിനെ ആളുകളുടെ ഒരു ആഗ്രഹങ്ങളെ സഫലീകരിക്കാൻ വേണ്ടി ക്യാമ്പുകൾ സഹായിച്ചിട്ടുണ്ട്? ഞാൻ ക്യാമ്പുകളുടെ നെഗറ്റീവും ഞാൻ കാണാറുണ്ട്. ഇപ്പം ഫിദ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ DJ വേണമെന്ന് ഉറപ്പ് പറയുക, ആളുകൾ അങ്ങനെ കാണുന്നുണ്ട്. DJ ഉള്ള ക്യാമ്പ് നല്ല ക്യാമ്പാണ്, അല്ലെങ്കിൽ പിന്നെ നല്ല ഭക്ഷണം. ഞാനിപ്പോൾ ഈ ക്യാമ്പിന് 2000 രൂപ ചിലവാക്കി എനിക്കൊരു 4000 രൂപൻ്റെ ഭക്ഷണം തിന്നിട്ട് മുടക്കണം, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ക്യാമ്പുകൾ ആളുകളെ എത്രത്തോളം പിന്നെ യാത്രയിലേക്ക് കൂടുതൽ അടുപ്പിച്ചു എന്ന് ഇതൊക്കെ തോന്നിയിട്ടുണ്ടോ? ക്യാമ്പിംഗ് കൾച്ചർ ഇപ്പോൾ കണ്ടുവരുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. മുന്നേയൊക്കെ പറഞ്ഞ പോലെ തന്നെ പാട്ട് പരിപാടികൾ DJ ഒക്കെ ആയിരുന്നു. പക്ഷെ അതൊക്കെ ആ ഒരു കൾട്ട് അവർ ഉണ്ടാക്കണ കമ്മ്യൂണിറ്റിയാണ്, നമ്മളെ ജഡ്ജ് ചെയ്യാൻ ആരുമില്ല.
അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാകും. പക്ഷേ സ്റ്റിൽ ഈ ഒരു കമ്മ്യൂണിറ്റീനെ അറിയുക, അല്ലെങ്കിൽ കുറേ ആൾക്കാരെ പരിചയപ്പെടുക, പല സ്പേസിലുള്ള മനുഷ്യന്മാർ ഒരുമിച്ച് കൂടുന്നവരിടായിട്ടാണ് ക്യാമ്പിങ്ങിനെ കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പലരും ഇവർക്ക് ഇവരുടേതായിട്ടുള്ള പാഷനേറ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെ പറയുക, ആ ഒരു ഡിസ്കഷൻ വരിക, ആ ഒരു ഐഡിയൻ്റെ ഒരു എക്സ്ചേഞ്ച് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് ഒത്തുകൂടിയിരിക്കുന്ന സ്പേസുകളിൽ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പലതിലും ഇപ്പം പോലെ തന്നെ ഒരു എക്സ്ട്രീം മോഡ് ഓഫ് മ്യൂസിക്, അങ്ങനത്തെ ഒരു DJ പരിപാടി എന്നുള്ളതൊക്കെ മാറിയിട്ട് എന്തെങ്കിലും ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ട്, അല്ലാതെ ഒരു ടിപ്പിക്കലായിട്ട് കാണുന്ന സംഭവങ്ങളിൽ നിന്ന് മാറിയിട്ട് ഒരു ഐഡിയ എക്സ്ചേഞ്ചും ഈ പറഞ്ഞ ഡിസ്കഷൻ സംഭവങ്ങളും ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ട് കുറച്ച് ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള പർപ്പസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പർപ്പസ് ലീഡ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി സ്പേസ് ഒക്കെ അങ്ങനത്തെ ഒരു ക്യാമ്പിംഗ് കൾച്ചർ ഉണ്ടായാൽ കുറച്ചധികം ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് തോന്നുന്നു, റേദർ ദാൻ ഈ ടിപ്പിക്കലായിട്ടുള്ള ക്യാമ്പിംഗ് കൾച്ചർ എന്ന് മാറിയിട്ട്. ഈ ഭക്ഷണം തപ്പിപ്പിടിച്ച് യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്, പ്രത്യേകിച്ചിട്ട് നമ്മുടെ കാലിക്കറ്റിലെ മലപ്പുറത്തെ ആളുകൾ ഫിദന്റെ നാട്ടിലേക്ക് ഈ പിന്നെ പോത്തുംകാല് കഴിക്കാനായിട്ട് അല്ലെങ്കിൽ കാടമുട്ട കഴിക്കാനൊക്കെ ആയിട്ട് പിന്നെ വരാറൊക്കെ ഉണ്ട്. ഫിദ അങ്ങനെ യാത്ര ചെയ്യാറുണ്ടോ? ഭക്ഷണം തിരഞ്ഞ് യാത്ര ചെയ്യാറുണ്ടോ? ഭക്ഷണം തേടി യാത്ര ചെയ്തത് ഞാൻ ഡൽഹിക്ക്. ഡൽഹിയിൽ ജാമ്യന്റെ എക്സാം എഴുതാൻ പോയപ്പോഴാണ് ഫസ്റ്റ്. അവിടെ ജമാ മസ്ജിദിന്റെ അവിടുത്തെ ആ ഒരു സ്ട്രീറ്റ് ഉണ്ടല്ലോ, കംപ്ലീറ്റ് മൊത്തമായിട്ട് ആ ഒരു ഫുഡിന്റെ ഏരിയ മൊത്തം ആ ഒരു സ്പോട്ട് കവർ ചെയ്യാൻ പറ്റി. ലൈക്ക് ഡൽഹി ശരിക്കും പറഞ്ഞാൽ പലർക്കും ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു അതിൻ്റെ ഒരു ഹിസ്റ്റോറിസിറ്റി ഫൈൻഡ് ചെയ്തിട്ട് കൾച്ചർ ഫൈൻഡ് ചെയ്ത് പോണ ആൾക്കാരായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഡൽഹി ഒരു ഫുഡ് വൈബ് മൊത്തമായിട്ട് ഫുഡിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയൊരു യാത്രയായിരുന്നു ഫസ്റ്റത്തെ യാത്ര. പിന്നെ ഹിസ്റ്ററി കൾച്ചർ അതൊക്കെ ആ മനുഷ്യന്മാരെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രകളായിരുന്നു പിന്നീട്. പക്ഷേ ഫസ്റ്റ് പ്രയോറിറ്റി ഡൽഹി കൊടുക്കും, സെക്കൻഡ് പ്രയോറിറ്റി ഞാൻ കോഴിക്കോട് തന്നെ പറയുള്ളൂ. ഇവിടെ കിട്ടുന്ന ഫുഡ് വൈബ് എനിക്ക് ഒന്ന് ഒരു കേരളത്തിന് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റിൽ റാങ്കിങ് സ്പോട്ടിൽ നിൽക്കുന്നത് കോഴിക്കോട് തന്നെയാണ്. കാരണം ഇവിടെ കിട്ടാത്ത ഫുഡൊന്നും എവിടെയില്ല. കാരണം ഒരു ഇന്റർമിക്സാ, ലോകത്തിൽ പല ഒരു ഗ്ലോബൽ ക്യൂസീൻ തന്നെ കോഴിക്കോട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അത് പുറമെ വരുന്ന ആൾക്കാരും ഇങ്ങനെ തന്നെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളെ നാട് എന്നുള്ളൊരു സാധനത്തിൽ ഒരു അനുഭവം പങ്കുവെക്കാൻ. പിന്നെ ഇപ്പൊ ചില ഫുഡ് കഴിച്ചിട്ട് ചില സ്ഥലത്ത് പോയി നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടും നല്ലതായിട്ടും അല്ലെങ്കിൽ പ്രതീക്ഷ ഇതിനത്ര ഹൈപ്പ് കൊടുക്കേണ്ടതില്ല എന്ന് അങ്ങനെ തോന്നിയിട്ടുള്ള യാത്ര ചെയ്ത് നമ്മളിപ്പോ കഷ്ടപ്പെട്ട് യാത്ര ചെയ്തിട്ടേക്ക് അവിടേക്ക് എത്തിയിട്ടുണ്ടാവും. അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ പറയുകയാണെങ്കിൽ കോഴിക്കോടിനടുത്ത് തന്നെ പറഞ്ഞു തരും. അപ്പൊ ഇവിടെ ഭയങ്കര ഹൈപ്പ് ചെയ്ത ഒരു കോഴിക്കോട് ബിരിയാണി എന്ന് പറഞ്ഞിട്ട് റാങ്കിങ്ങിൽ നിൽക്കുന്ന ഒരു ബിരിയാണി ഞാൻ പോയി കഴിച്ചു. അപ്പോൾ അത് വിചാരിക്കുന്നതിലൊരു ഹൈപ്പ് കൊടുക്കണമെന്നുള്ളതിലാണ് ലഗോൺ ബിരിയാണി ആയിരുന്നു. എൻ്റെ ടേസ്റ്റ് ബഡ്സ് വേറെ തന്നെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു ഹൈപ്പും ഇല്ലാത്തൊരു ബിരിയാണി ആയിരുന്നു അത്. പിന്നീട് പല ബിരിയാണീസ് കഴിച്ചപ്പോഴും ഓക്കെ ഇവരിത് പറയണത് പോലെ അത്ര വലിയ ഇതൊന്നും ആക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു സാധനം. പിന്നെ പലതും എക്സ്പ്ലോർ ചെയ്യുമ്പോൾ പല രുചികളാണ്, ആ രുചികളെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. 2026 നമ്മൾ എത്തിയിട്ടുള്ളത്. 2026 എത്തുമ്പോൾ എങ്ങനെയായിരിക്കും ലൈഫ് പോവുക? ട്രാവലാണോ, എഴുത്താണോ, എങ്ങനെയായിരിക്കും ഫിദന്റെ ഒരു ലൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഫിദക്ക് തോന്നുന്നത്? അങ്ങനെ സ്ട്രക്ചർ ബേസ്ഡ് തോന്നിയിട്ടില്ല. പക്ഷെ വിഷൻ ബോർഡ്സ് ക്രിയേറ്റ് ചെയ്യാനും മാനിഫെസ്റ്റേഷനിൽ കുറച്ചധികം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിലേക്ക് അക്കാഡമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഹയർ സ്റ്റഡീസ് ഫോക്കസ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ബിസിനസ് ഇഷ്ടമാണ്. ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്സും കാര്യങ്ങളിലൊക്കെ റിസർച്ച് ചെയ്ത് അങ്ങനെ ബിസിനസ്സും ഫോക്കസ് ചെയ്യണം. അതോടൊപ്പം തന്നെ അക്കാഡമിക്കും ഹാൻഡിൽ ചെയ്ത് പോകണം എന്നുള്ളതാണ്. ഞാൻ കുറച്ച് വേർഡുകൾ പറയാം. അതിനകത്ത് ഒന്നെങ്കിൽ ഫിദക്ക് അത് കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നതെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു കോട്ട് തോന്നുകയാണെങ്കിൽ അത് പറയാം എന്നുള്ളതാണ്. ഓക്കെ. റിലേഷൻഷിപ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് കൺഫൈൻഡ് ആയിട്ട് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ടോക്സിക് സ്പേസിലേക്ക് ഭയങ്കര ഇമോഷണലി ഡിപ്പെൻഡഡ് ആയിട്ട് നിൽക്കണ ഒരു സംഭവം അല്ലാതെ ഭയങ്കര ഫ്രീ ആയിട്ട് രണ്ടുപേർക്ക് സുഖവും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, രണ്ടുപേരും നിൽക്കുമ്പോൾ അവർക്ക് സമാധാനം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊരു കണക്ഷനാണ്. അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ടേം കൊടുക്കുമ്പോൾ അത് റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് വരുന്നു. പക്ഷേ ഏതൊരാളും രണ്ട് ഇൻഡിവിജ്വൽസ് നിൽക്കുമ്പം അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അവർക്ക് ആ ഒരു പ്രസൻസിൽ അവർ രണ്ടുപേരും ഹാപ്പി ആണെങ്കിൽ, അവർക്ക് സമാധാനം ഉണ്ടെങ്കിൽ അത്
റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞൊരു ടേമിൽ കൊടുക്കേണ്ട ആവശ്യമില്ല, നേരെ മറിച്ച് ഒരു സുക്കൂൻ എന്നുള്ള ടേമിൽ നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ല രീതിയിലുള്ള ഒരു ഹ്യൂമൻ കണക്ഷൻ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അടുത്ത വാക്ക് ലവ് എന്ന് പറയുമ്പോൾ, ലവ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് പല ഡെഫിനിഷൻസ് പല സ്റ്റേജുകളിൽ വന്നിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ 20s നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഡെഫിനേഷൻ ആയിരിക്കില്ല, പിന്നീട് പലതായിരിക്കും. പക്ഷേ ഒരു അൾട്ടിമേറ്റ് മീനിങ്, യൂണിവേഴ്സൽ മീനിങ് എന്ന് പറയുമ്പോൾ അതിന് ഒറ്റ അർത്ഥം എന്ന് പറയുന്നത് സ്നേഹം എന്നുള്ള ആ ഒരു കൈമാറ്റം എന്നുള്ള രീതിയിലുള്ള ഒരു ടേമാണ്. സ്നേഹം പരക്കട്ടെ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ. അപ്പോൾ എന്നെ സംബന്ധിച്ചിപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ സേഫായിട്ട് എനിക്ക് തോന്നുന്ന ഒരു സ്പേസ് പഠിച്ചവനോട് സംസാരിക്കുമ്പോഴാണ്. നിസ്കാരത്തിൽ ഞാൻ ഷെയർ ചെയ്യണ കാര്യങ്ങൾ അതാണ് എനിക്ക് ലവ്. ലൈക്ക് അതാണ് എനിക്കൊരു ട്രസ്റ്റ്. ഞാൻ എവിടെയാണോ ഭയങ്കര സേഫായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ സേഫ്റ്റിയിൽ എനിക്ക് ട്രസ്റ്റ് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം കിട്ടുന്നുണ്ടോ, എന്നെ സംബന്ധിച്ച് അത് സ്നേഹമാണ്. അപ്പോൾ അത് പലതായിരിക്കും. പറഞ്ഞാൽ പലർക്കും പലതായിരിക്കും റിലേഷൻഷിപ്പിൽ കിട്ടുന്നുണ്ടാകും, ചിലർക്ക് പാരൻസിൽ നിന്ന് കിട്ടുന്നുണ്ടാകും, അങ്ങനെ പലതായിരിക്കും. ലവിൻ്റെ ഡെഫിനിഷൻ തന്നെ വേറെ ആയിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ലവ് എന്ന് പറയുന്നത് പഠിച്ചവനോട് സംസാരിക്കുമ്പോൾ, പഠിച്ചവനോട് കൂടുതൽ നിസ്കാരത്തിലിരിക്കുമ്പോഴൊക്കെയാണ്. അപ്പോൾ അതല്ലാതെ പലർക്കും പലതായിരിക്കും എന്നുള്ളൊരു സമാധാനം, പീസ്, സമാധാനവും മനുഷ്യന്മാരിൽ എനിക്ക് തോന്നുന്നു തേടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം കുറേ ഒന്നും കിട്ടുന്ന സംഭവമായിരിക്കില്ല. നമുക്ക് ഉള്ളിൽ സേഫായിട്ട് നമ്മൾ തന്നെ സോളിറ്റ്യൂഡിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് സമാധാനം. ലോകത്തിൽ എന്തുണ്ടായിക്കോട്ടെ നമുക്ക് സമാധാനം ഇല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നത് അൾട്ടിമേറ്റാണ്. അത് 100% കാര്യമാണ്. എന്തും വെട്ടിപ്പിടിക്കുന്ന ഒരാൾ കുറച്ച് കഴിഞ്ഞ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവർ കിടന്നുറങ്ങാൻ നിൽക്കുക, അവർക്ക് സമാധാനം ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല. ഇപ്പോൾ അൾട്ടിമേറ്റ് പർപ്പസിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്കത് പീസ്ഫുൾനെസ് കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ പലതായിരിക്കും. ചിലർക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കിട്ടൂല, ചിലർക്ക് വേറെ ഏതെങ്കിലും ഒരു ഡിപ്പെൻഡൻസി വേണ്ടി വരും, വേറെ ആരെങ്കിലും ആയിട്ടുള്ള ഡിപ്പെൻഡൻസി വേണ്ടി വരും. പക്ഷെ അവിടെയൊക്കെ നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ, വലിയ വലിയ ആഗ്രഹങ്ങളെന്നൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് ഡെയിലി ലൈഫിൽ നടക്കുമ്പോൾ തന്നെ ചെറിയ കാര്യങ്ങളിൽ സമാധാനം ഉണ്ടാകും, ചെറിയ കാര്യങ്ങളിൽ ഹാപ്പിനെസ് ഉണ്ടാകും. അപ്പോൾ അത് കണ്ടെത്തി നമ്മൾ ആ ഒരു പർപ്പസിൽ ജീവിക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു ലൈഫിൻ്റെ വേറെ തന്നെ ഒരു ഡയമെൻഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. പുതിയ തലമുറക്ക് പിന്നെ റിലേഷൻഷിപ്പിൽ യാതൊരു വിധത്തിലുള്ള ഒരു സ്വിച്ച് ചെയ്യാൻ അവർ സിമ്പിളായിട്ട് സ്വിച്ച് ചെയ്യുന്നു, അവർ സിമ്പിളായിട്ട് ഒഴിവാക്കുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ ഒരാളെ ഇഷ്ടപ്പെട്ടു, അടുത്ത മാസം വേറൊരാളെ ഇഷ്ടപ്പെടാൻ വളരെ സിമ്പിളായിട്ട് യാതൊരു പ്രാധാന്യവും റിലേഷൻഷിപ്പിന്, ഒരു പ്രണയത്തിനൊന്നും നൽകുന്നില്ല എന്നുള്ളൊരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഫിദന്റെ ചുറ്റും ആൺകുട്ടികൾ ഉണ്ടാവും, പെൺകുട്ടികൾ ഉണ്ടാവും. അത്രയും ക്യാമ്പൊക്കെ നടത്തുകയും ഒരുപാട് യാത്രയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിന് പുതിയ തലമുറനെ അങ്ങനെ ഒരു സംഭവം പറയുന്നതിൽ എത്രത്തോളം ശരിയുണ്ട് എന്നുള്ളത് പറഞ്ഞു നന്നായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് കിട്ടി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇതേ ഒരു ടോപ്പിക് വന്നു. അതായത് നമ്മളൊക്കെ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ പീക്ക് സ്റ്റേജിൽ നിൽക്കുക. ഒരു റൈറ്റർ ആളുടെ റൈറ്റിങ്ങിൽ എഴുതിയത് ഞാൻ എപ്പോഴും വായിക്കുക. നമ്മൾ എത്ര വലിയ സയൻറ്റിഫിക് തിയറീസ് പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഭയങ്കര വലിയ സ്കോളർ ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മളൊരു മനുഷ്യൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ, ആ മനുഷ്യനായിട്ട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ മനുഷ്യനെ ടച്ച് ചെയ്യുമ്പോൾ ബി എ ഹ്യൂമൺ എന്നുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സയൻറ്റിഫിക് തിയറീസിലോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സ്കോളർലി ആട്രിബ്യൂട്ട്സ് സംഭവത്തിലൊന്നും പ്രത്യേകിച്ച് കാര്യമില്ലാത്ത സ്പേസുകളുണ്ടാവും. ഒരു മനുഷ്യനാകുമ്പോൾ മനുഷ്യനായി ഇരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻഷിപ്സ്, ഗോസ്റ്റിംഗ് എന്നുള്ള ടേംസൊക്കെ ഭയങ്കര അധികം സുലഭമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. പക്ഷെ അതൊക്കെ ഒരാളുടെ ഇൻഡിവിജ്വൽ ചോയ്സാണ്. പക്ഷെ ആ ഇൻഡിവിജ്വൽ ചോയ്സ് ആക്സെപ്റ്റ് ചെയ്തിന്, അതിനെ തള്ളിക്കളയാതെ അല്ലെങ്കിൽ അതിനെ ഡെനി ചെയ്യാതെ അതിനെ മൊത്തത്തിൽ ആക്സെപ്റ്റ് ചെയ്തിട്ട്, പക്ഷെ സ്വന്തം എന്താണോ അതിൻ്റെയൊക്കെ ഡെഫിനിഷൻ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കാണുമ്പോൾ നമ്മളെങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യേണ്ടത്, പരിഗണിക്കുക എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അതിൽ കൊടുക്കുന്ന ഡെഫിനിഷൻ നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. എവിടെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എന്തൊക്കെ ഡെഫിനേഷൻ നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ അത് ഭയങ്കര വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ കുട്ടികളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, കുട്ടികളെ സംബന്ധിച്ച് ഇപ്പം AI യുഗത്തിലാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ അടുത്തൊരാൾ കേട്ടു, അവർ ടെക്സ്റ്റ് ബുക്ക് എന്താക്കണം, ടെക്സ്റ്റ് ഫുള്ളായിട്ട് ജെമിനിയിൽ ഇട്ട് കൊടുത്തിട്ട് അത് എനിക്കൊരു വീഡിയോ ആയിട്ട് പറഞ്ഞു തരുമെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഈ കുട്ടികളെ നമ്മൾ എങ്ങനെയായിരിക്കും വായനയിലേക്ക് അതിൻ്റെ രുചി മനസ്സിലാക്കിപ്പിക്കാൻ പറ്റാന്ന്
പറയാൻ പറ്റുമോ? അത് ഭയങ്കര വലിയ ചാലഞ്ചായി പറഞ്ഞത്. അതായത് ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ടീച്ചേഴ്സൊക്കെ പ്രൊജക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ബുക്ക് സമ്മറി ഒക്കെ എഴുതി കൊണ്ടുവരിക എന്ന് പറയുന്നത്, കുട്ടികൾ ബുക്സ് ഒന്നും വായിക്കാതെ ജസ്റ്റ് ഒരു സമ്മറി അതിൻ്റെ ഒരു പ്രോംപ്റ്റ് ChatGPTയിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് സമ്മറൈസ്ഡ് ആക്കിയിട്ട് ഒരു ഫോം അങ്ങ് തരും. അത് കോപ്പി അടിക്കുക, എഴുതുക, അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊക്കെ എൻ്റെ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ നമുക്ക് റീഡിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ബുക്സ് വായിപ്പിക്കും ഓരോന്ന്. ഈ ടീച്ചർ ഒരു ഡെഡ് ലൈൻ വെക്കും. അപ്പോൾ കറക്റ്റ് നമ്മൾ ആ ഒരു സമയത്ത് പ്രിപ്പയർ ചെയ്തിട്ട് വരിക. എന്നെ പാരഗ്രാഫ് ലെസൺ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് വരാം. അതനുസരിച്ച് നമ്മൾ വായിക്കുക. വായിച്ചിട്ടില്ലെങ്കിൽ അടി കിട്ടും. എന്തെങ്കിലും ഒരു വെക്കാബുലറി എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിൽ അടി കിട്ടും എന്നൊക്കെ പറയും. അപ്പോൾ പക്ഷെ അതൊക്കെ മാറി ഇപ്പോൾ അതൊന്നും ഇല്ല. ജസ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ ടീച്ചേഴ്സ് തന്നെ എനിക്ക് തോന്നുന്ന ഒരു പോയിന്റിൽ നിങ്ങൾ മേക്ക് യൂസ് ഓഫ് AI എന്നുള്ള രീതിയിലേക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ആ ഒരു വായനയിലേക്കും അല്ലെങ്കിൽ അതിന് ആ ഒരു പുസ്തകത്തിലേക്ക് ഇറങ്ങി ഓരോ റൈറ്റിങ്ങും അല്ലെങ്കിൽ ഓരോ വേർഡ്സും അനലൈസ് ചെയ്ത് വായിക്കുക എന്നുള്ളത് ഭയങ്കര വേറെ തന്നെ ഒരു കാര്യമാണ്. അപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് കുട്ടികൾ അതിനെ ഭയങ്കര വലിയ രീതിയിൽ ചാലഞ്ചായിട്ട് ഇത്രയും വായിക്കണ്ടേ എന്നുള്ള രീതിയിൽ അത് ഭയങ്കര അവർക്ക് ബേർഡൻ ആവുന്നു. അവർ നേരെ പോയി AIൻ്റെ സഹായം ചോദിക്കുന്നു എന്നുള്ളത്. പക്ഷേ നമുക്കിതിൻ്റെ സിസ്റ്റം ഒന്ന് സ്വിച്ച് ചെയ്തുകൂടെ? അതായത് കുറച്ചധികം റീഡിങ് ക്ലബ്സ്, ഈ പറഞ്ഞ പോലെ തന്നെ റീഡിങ് ക്ലബ്സ് നമ്മൾ കാണുന്നുണ്ട്. അത് കുറച്ചധികം ഓഫ്ലൈൻ ആക്കുക, സൺഡേ ബുക്ക് ക്ലബ്സ് വെക്കാം, കമ്മ്യൂണിറ്റീസ് വെക്കാം. പണ്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇപ്പോൾ കണ്ടിട്ടുണ്ട് മാണാഞ്ചിറയിലൊക്കെ നമ്മൾ രാവിലെ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് പുതിയ തലമുറ അതിന് മുന്നോട്ട് വരും തോന്നുന്നുണ്ടോ? അതിലേക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കൊടുപ്പിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ പുതിയ തലമുറ ആണ് വരുന്നത്. അതിന് എത്രത്തോളം പുതിയ തലമുറക്ക് ചെയ്യാൻ പറ്റുമെന്നാണ്, 20s ആളുകൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്നാണ് ഇതൊക്കെ തോന്നുന്നത്? അതിന്റെ അൾട്ടിമേറ്റ് തിങ് പാരൻസിന്റെ കയ്യിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വീട്ടില് ഇപ്പൊ പാരൻസ് ഫോൺ കളിച്ചിരിക്കുക ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കൊരു അനിയനുണ്ട്. ഇപ്പൊ ഞങ്ങൾ എന്താണോ ചെയ്യണേ അതുപോലെ കോപ്പി അടിച്ചിട്ട് കുട്ടികള് അവരുടെ ഒരു ഏർലി സ്റ്റേജ് അറിയില്ല. അവരുടെ ഒരു ഏർലി സ്റ്റേജിൽ അഡൽട്സ് എന്താണോ ചെയ്യണേ അത് കോപ്പി അടിച്ചിട്ട് അതാണ് അവരുടെ ലൈഫ്. അപ്പോൾ അതേ അവർ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് മാറ്റം വരേണ്ടത് കുട്ടികളെ മാറ്റുന്നതിന് മുന്നേ നമ്മൾ മാറണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു ഫോൺ നോക്കിയിരിക്കുകയാണെങ്കിൽ അവരത് ചെയ്യും. നമ്മൾ നേരെ മറിച്ച് ഒരു ബുക്ക് എടുത്ത് വായിക്കുകയാണെങ്കിൽ ഓക്കെ ഡൂയിങ് സംതിങ് എന്തോ ഡിഫറെൻ്റ് ആയിട്ട്, ഇങ്ങനെയാണെങ്കിൽ എനിക്കും ചെയ്ത് നോക്കണമല്ലോ എന്ന് കുട്ടികളെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാകും. അവരത് ക്യൂരിയസ് ആവുന്ന അവരെ ഫോൺ എടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു ബുക്ക് എടുത്ത് വായിക്കുമ്പോൾ അവിടെ ശരിക്കും മാറ്റം വരികയാണ്. അപ്പോൾ മാറ്റം വരേണ്ടത് കുട്ടികളെ മാറ്റുന്നതിന് മുന്നേ നമ്മൾ മാറുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവരുടെ മൈൻഡിൽ ഫീഡാവുന്ന അവരതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത്. എന്തായാലും വായനയുടെയും ജീവിതാനുഭവങ്ങളുടെയും യാത്രയുടെയും രുചി അറിയാൻ എനിക്ക് ഈ ടോക്കിൽ നിന്ന് സാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിൽ താങ്ക് യു പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു ഫോർ ഹാവിങ് മീ.